ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാമല്ലോ, കുഴപ്പമില്ലല്ലോ. കാണാമോ? സ്ക്രീൻ കാണാമോ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. എൻ്റെ ഫോൺ ഓഫായി പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇന്ന് സയൻസിൻ്റെ ചാപ്റ്ററാണ് നോക്കുന്നത്. സയൻസിൻ്റെ 6ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റാണ് കേട്ടോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? കുറേ വൈറ്റമിൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? അല്ല, മറന്നുപോയോ? ഓർക്കുന്നുണ്ടോ എല്ലാവരും? കാർബോഹൈഡ്രേറ്റ്സും മിനറൽസും പ്രോട്ടീൻസും വൈറ്റമിൻസും അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അതായിരുന്നു നമ്മൾ അവസാനം എടുത്ത ക്ലാസ് സയൻസിൻ്റെ. പിന്നെ സാർ EVSൻ്റെ മറ്റേ DLED ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് എടുത്തായിരുന്നു. അതല്ലാതെ നമ്മൾ സ്കൂൾ ടെക്സ്റ്റിലെ അവസാനത്ത് നോക്കിയതായിരുന്നു. ഓർക്കുന്നുണ്ടോ? എന്താണ് കാർബോഹൈഡ്രേറ്റ്, എന്താണ് മിനറൽസ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, പിന്നെ വൈറ്റമിൻസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ വൈറ്റമിൻസ് ഉണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ്, അതുവഴി ഉണ്ടാകുന്ന അപര്യാപ്ത രോഗങ്ങൾ, അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഹലോ, പോയ എല്ലാവരും? ഓക്കെ ഓക്കെ, ഞാൻ ഇടയ്ക്ക് ചോദിക്കാം കേട്ടോ, അപ്പം നിങ്ങൾ പറഞ്ഞാൽ മതിയേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 3ാമത്തെ യൂണിറ്റ് നോക്കാം. നിവർന്ന് നിൽക്കാം. നമ്മൾ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് ഇപ്പം നിവർന്ന് നിൽക്കാം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്ക്രീൻ ഓഫായി പോകുന്നുണ്ട്, പറയണം കേട്ടോ. സ്ക്രീൻ ഓൺ ആണോ? കാണാമോ നിങ്ങൾക്ക്? ആണോ? ഓഡിയോ കട്ടാവുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു റേഞ്ച് പോകുന്നതെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണോ? വോയിസും സ്ക്രീനും എല്ലാം ഇപ്പോൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ഇടയ്ക്ക് ഇത് പോകുന്നതെന്ന് തോന്നുന്നു, റേഞ്ച് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളിന്ന് നോക്കുന്നത് 3ാമത്തെ യൂണിറ്റ്, നിവർന്ന് നിൽക്കാം എന്നുള്ള യൂണിറ്റാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ അസ്ഥികൾ, അതുമായിട്ട്, അത് നമ്മുടെ മാത്രമല്ല മൃഗങ്ങളുടെയും പക്ഷികളുടെയും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. അതിൻ്റെ അകത്ത് നമ്മുടെ എത്ര അസ്ഥികളുണ്ട്, അതിൻ്റെ എല്ലാം എണ്ണം, പിന്നെ ഏറ്റവും വലുതേത്, ഏറ്റവും ചെറുതേത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൻ്റെ നോക്കുന്നത്. പിന്നെ ബാഹ്യ അസ്ഥി കൂടുള്ള ജീവികൾ, ആന്തരിക അസ്ഥി കൂടുള്ള ജീവികൾ, അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വോയിസും കട്ടാവുമോ അല്ലെങ്കിൽ സ്ക്രീൻ കട്ടാവുമോ ചെയ്താലും അപ്പം തന്നെ പറയണം കേട്ടോ. മൈക്ക് ഓണാക്കി തന്നെ പറയണേ, കാരണം നിങ്ങൾ ഇത് കമൻറ്റ് ഇട്ടാൽ എനിക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന തരത്തില്ല. മൈക്ക് ഓണാക്കി തന്നെ പറയണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നോക്കാം. നിങ്ങളുടെ സ്കൂളിനടുത്തോ വീടിനടുത്തോ ഉള്ള ജലാശയങ്ങളിൽ പലതരം മത്സ്യങ്ങളുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ അക്വേറിയം ഉണ്ടാവുമല്ലോ, അതിലും വിവിധ വർണ്ണത്തിലുള്ള മത്സ്യങ്ങളുണ്ടല്ലോ. ഒരു ജലാശയത്തിൻ്റെ ചിത്രമാണ് താഴെ നൽകിയിരിക്കുന്നത്. എന്ത് ഭംഗിയുള്ള മത്സ്യങ്ങളാണ് അതിലുള്ളതെന്ന് നോക്കൂ. ഇതിൽ കാണുന്ന ഓരോ മത്സ്യത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കൂ. നോക്കിക്കേ, കുറേ മത്സ്യങ്ങളുണ്ട്. മഞ്ഞ കളറിലുള്ളതുണ്ട്, പിന്നെ കുറേ വരവരയുള്ളതുണ്ട്, അല്ലാതെ മഞ്ഞയും നീലയും കൂടി ഉള്ളതുണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മത്സ്യങ്ങൾ നമ്മുടെ ഈ അക്വേറിയത്തിൻ്റെ അകത്തുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. എല്ലാ മത്സ്യങ്ങളും ഒരുപോലെയാണോ? അല്ല, എല്ലാ മത്സ്യങ്ങളും വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ആകൃതിക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അതിലുള്ള ഓരോ ഷേപ്സ് അല്ലെങ്കിൽ ഓരോ ഡോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം വ്യത്യാസമുണ്ട്. അതിൻ്റെ വലിപ്പത്തിന് വ്യത്യാസമുണ്ട് അല്ലേ? അത് ചെറുതുണ്ട്, വലുതുണ്ട്, അല്ലെങ്കിൽ ഇടത്തരമായിട്ടുള്ളതുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഒരു മത്സ്യത്തെ നിർമ്മിച്ചാലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 തുണി കഷ്ണങ്ങൾ എടുത്തിട്ട്
നമ്മുടെ കൈപ്പത്തി വലുപ്പത്തിൽ മുറിച്ച് ബട്ടൺസുകളും മുത്തുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് കണ്ണ് ഒട്ടിച്ച് അങ്ങനെ ഒരു മത്സ്യം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഈർക്കിലി വെച്ചിട്ട്, ഇത് കണ്ടോ, ഈർക്കിലി ഇങ്ങനെ കാണുന്ന രൂപത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തുണിയും അല്ലെങ്കിൽ പേപ്പർ, നമ്മുടെ കളർ പേപ്പറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് മത്സ്യത്തിൻ്റെ ആയിരിക്കും നമ്മൾ വാലിൽ പിടിച്ച് പൊക്കിയാൽ നേരെ നിർത്താൻ പറ്റുന്നത്? ചുമ്മാ തുണി കൊണ്ട് ഉണ്ടാക്കിയതാണോ അതോ ഈർക്കിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നോ ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് എടുത്ത് പിടിക്കാൻ ചാൻസ് ഉള്ളത്? നമ്മുടെ ഈ ഈർക്കിലൊക്കെ വെച്ചിട്ടുള്ളതായിരിക്കും അല്ലേ? കാരണം അതിനെന്താ ഒരു ബേസ് ആയിട്ടൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ തുണി വെച്ചിട്ടുള്ളതാണെങ്കിൽ ചുമ്മാ നമ്മൾ എടുക്കുമ്പോഴേ അതിങ്ങനെ തൂങ്ങിക്കിടക്കും. പക്ഷേ ഈർക്കിലൊക്കെ വെച്ചിട്ടുള്ള ആ മീനാണെങ്കിൽ കറക്റ്റായിട്ടൊരു ബേസ് ആയിട്ടുണ്ട്, അത് നേരെ തന്നെ നിൽക്കും അല്ലേ? നിങ്ങളുണ്ടാക്കിയ 2 മത്സ്യങ്ങളുടെ വാൽഭാഗത്ത് പിടിച്ച് നേരെ നിർത്താൻ ശ്രമിച്ചപ്പോൾ അവയിൽ കണ്ടെത്തിയ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. തുണിയിൽ നിർമ്മിച്ച മത്സ്യമാണെങ്കിൽ നമുക്കറിയാം അതിങ്ങനെ ഇങ്ങനെ ചുമ്മാ എന്നാ നമ്മൾ പറയും ബളബിള കിടക്കുക എന്നൊക്കെ പറയും അല്ലേ, ഇങ്ങനെ തൂങ്ങിക്കിടക്കും. പക്ഷേ ഈ ഈർക്കിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് കറക്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് നമ്മൾ പിടിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നേരെ നിൽക്കുകയും ചെയ്യും. 2 നിർമ്മാണത്തിലും നിങ്ങൾ തുണി കഷ്ണങ്ങൾ ഉപയോഗിച്ചല്ലോ, പിന്നെ എന്തുകൊണ്ടായിരിക്കും രണ്ടാമതുണ്ടാക്കിയ മത്സ്യം മാത്രം നേരെ നിന്നത്? രണ്ടാമത് നിർമ്മിച്ച മത്സ്യത്തിൽ ഈർക്കിൽ ഉപയോഗിച്ചിട്ടുള്ളല്ലോ, ഇതെന്തിനാണ്? അത് നമുക്കറിയാം, തുണി കൊണ്ട് മാത്രം അതുണ്ടാക്കിയതാണെങ്കിൽ അത് ജസ്റ്റ് ആ ഷേപ്പ് നമുക്ക് കിട്ടും. പക്ഷേ ഈർക്കിൽ ആവുമ്പം ആ കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പുണ്ട്, അതിനൊരു ബേസ് ഉണ്ട്, നമുക്ക് തൊട്ട് നോക്കിയാലും കിട്ടും. അതുപോലെ തന്നെ നമുക്കത് എടുത്ത് പിടിക്കാനും കറക്റ്റായിട്ട് വാലയിൽ പിടിച്ചാലും അത് കറക്റ്റ് മീനായിട്ട് തന്നെ നമുക്ക് നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണ്. നോക്കിക്കേ, യഥാർത്ഥ മത്സ്യത്തെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടില്ലേ? നിങ്ങൾ മത്സ്യം കഴിക്കുമ്പോൾ അതിനുള്ളിൽ മീൻ മുള്ള് കണ്ടിട്ടില്ലേ? ഇതിന് നിങ്ങൾ നിർമ്മിച്ച മത്സ്യത്തിൻ്റെ ഈർക്കിൽ കെട്ടിയതുപോലുള്ള ഭാഗവുമായി സാമ്യം കാണുന്നില്ലേ അല്ലേ? നമ്മുടെ മീനിൻ്റെ മുള്ള് നമുക്കറിയാം, ഈ ഒരു പാർട്ട് മീൻ മുള്ളെന്ന് പറയുന്നത്, ബാക്കിയുള്ള ഭാഗം ദശ. അപ്പം മീൻ മുള്ള് പോലെയാണ് നമ്മുടെ ആ എന്തിരുന്നത്, ഈർക്കിലിരുന്നത് അല്ലേ? ഈ ഒരു ഭാഗം ഉള്ളത് എന്തുകൊണ്ടാണ്? അതായത് മീനുകൾക്ക് രൂപം ലഭിക്കാൻ, അല്ലെങ്കിൽ മീനിൻ്റെ ആ കറക്റ്റായിട്ട് ആ ഒരു സ്ട്രക്ചറിൽ അത് ഇരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നമ്മുടെ എന്താ എല്ലുകളല്ലോ മീനിൻ്റെ മുള്ള്, ആ വാക്ക് കിട്ടില്ല, മീനിൻ്റെ മുള്ളുള്ളത്. ഇനി മത്സ്യങ്ങൾക്ക് മാത്രമാണോ ഇത്തരം ഭാഗമുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കൊച്ചു കഴിക്കുന്നുണ്ട്. ഈ ചിക്കന് എല്ലില്ലായിരുന്നെങ്കിൽ മുഴുവൻ കഴിക്കാമായിരുന്നു. നമുക്കറിയാം ചിക്കൻ്റെ അകത്തും എന്താണ്, എല്ലുകളുണ്ട്. കുട്ടി പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ ചിക്കൻ കഴിക്കുമ്പോഴും ഇതുപോലെ കട്ടിയുള്ള എല്ല് ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ ജീവികൾക്കും ഇത്തരം ഭാഗങ്ങൾ ഉണ്ടോ? ചിത്രങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തൂ. എല്ലാവർക്കും ഒരുപോലെയുള്ള അസ്ഥികളാണോ അല്ലെങ്കിൽ ഒരു മുള്ളുകളാണോ എല്ലുകളാണോ എന്താണുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, കോഴിയുടെ കണ്ടോ, കോഴിയുടെ ശരിക്കുള്ള പിക്ചറും ഉണ്ട്, അതുപോലെ തന്നെ അസ്ഥികൂടമായിട്ടുള്ള ഫോട്ടോയുണ്ട്. നമ്മുടെ പല്ലിയുണ്ട്, പല്ലി ചത്ത് കഴിയുമ്പം ഇരിക്കുന്ന ഒരു രൂപമാണിത്. മറ്റ് ജീവികൾക്കും ഇതുപോലെയുള്ള ഭാഗമുണ്ടെന്ന് മനസ്സിലായില്ല. ഇതാണ് അസ്ഥികൂടം അല്ലേ? നമ്മളെപ്പോഴും പറയും അസ്ഥികൂടം എന്ന് പറയും, സ്കെൽട്ടൺ. നമ്മുടെ ലാബിൽ നമ്മുടെ മനുഷ്യരുടെ എപ്പോഴും ഈ ലാബുകളിലൊക്കെ തൂക്കിയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെയുള്ളതാണ് എല്ലാവർക്കും ഉണ്ട് എന്ത്, അസ്ഥികൂടം, അതായത് സ്കെൽട്ടൺ എല്ലാ ജീവികൾക്കും ഉള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നോക്കിക്കേ, ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടമാണ് അസ്ഥികൂടം എന്ന് പറയുന്നത്. അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിന് ഉറപ്പും ആകൃതിയും അതുപോലെ തന്നെ ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടമാണ് അസ്ഥികൂടം. നമുക്കറിയാം, നമ്മുടെ ഹേർട്ടിനെ പൊതിഞ്ഞാണ് അല്ലേ ഇരിക്കുന്നത് അസ്ഥികൂടം ഇരിക്കുന്നത്. നമ്മുടെ ഈ 2 സൈഡിലുള്ള ലെങ്സും അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ സ്കൾട്ടൺ എടുത്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാം അതിൻ്റെ അടുക്കാണ് നമ്മുടെ ഹേർട്ട് ഇരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ശരീരത്തിന് ഉറപ്പും ആകൃതിയും അതുപോലെ തന്നെ ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അസ്ഥികൂടം എന്ന ആ ഒരു ടൈം അതിൻ്റെ സവിശേഷതകളിൽ പെടാത്ത ഏതാണ്? അപ്പോൾ ശരീരത്തിന് ഉറപ്പ് നൽകുന്നുണ്ട്, ആകൃതി നൽകുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്, ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്നുണ്ട്. ഏത്? നമ്മുടെ അസ്ഥികൂടം. ഇനി നോക്കിക്കേ, ഇതിൽ 2-3 ജീവികളിലൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ കാണുമ്പോൾ തന്നെ അറിയാം, വവ്വാൽ അല്ലേ? വവ്വാൽ ഇരിക്കുന്നുണ്ടോ? വവ്വാലാണ്. പിന്നെ ഇത് നമ്മുടെ പശുവാണ്. പശു അല്ലെങ്കിൽ കാള, ആ ഒരു രീതിയിൽ വരുന്നതാണ് ഇത്. ഇനി ഇത് നമ്മുടെ
പല്ലി അല്ലെങ്കിൽ മുതലയുടെയൊക്കെ ഏകദേശം വരുന്നതാണിത്, ഈ ഒരു അസ്ഥികൂടം വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ നിരീക്ഷിച്ച എല്ലാ ജീവികൾക്കും അസ്ഥികൂടം ഉണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ. അസ്ഥികൂടത്തിന് ഭാരമുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുന്നത്? നോക്കിക്കേ, പക്ഷികളുടെ അസ്ഥികൂടം. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലനമാണ്. നമ്മൾ പറയും അസ്ഥികൂടങ്ങൾക്ക് ഭാരമുണ്ട്, അതായത് അസ്ഥികൂടത്തിന് ഭാരമുണ്ട്, പക്ഷെ പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരമില്ല. കാരണം പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. അതുകൊണ്ടാണ് പക്ഷികൾക്ക് പറക്കാൻ പറ്റുന്നത്. പറക്കുന്നതിനുള്ള ഒരു അനുകൂലനമായിട്ട് തന്നെ അതിൻ്റെ അസ്ഥികൂടത്തിന് ഭാരം കുറവായിരിക്കും. കാരണം ബാക്കി അത് പക്ഷികളെല്ലാം തന്നെ മുകളിൽ ആകാശത്തൂടെ പറക്കേണ്ടതാണ്, കൂടുതൽ വെയിറ്റ് വന്ന് അതിന് പറക്കാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ അസ്ഥികൂടം അതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്, അതിന് വെയിറ്റ് കുറവാണ്. ബാക്കിയുള്ള നമ്മുടെ ജീവികളുടെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ അസ്ഥികൂടത്തെ വെച്ച് നോക്കുമ്പോൾ പക്ഷികളുടെ അസ്ഥികൂടത്തിന് വെയിറ്റ് കുറവാണ്. അത് കാരണം എന്താണ്? അതിൽ വായു ഉറകളുണ്ട്. അതിനാൽ തന്നെ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള അനുകൂലനമാണ്. ചിത്രത്തിൽ കാണുന്ന പക്ഷി അറിയാമോ? പെൻഗ്വിന് പറക്കാൻ കഴിയില്ല. ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതും. പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏതെല്ലാമാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി എഴുതും. നമുക്കറിയാം പെൻഗ്വിൻ പറക്കത്തില്ല. പിന്നെ പറക്കില്ലാത്ത പക്ഷി ഏതാ ഉള്ളത്? നമുക്കറിയാം പെൻഗ്വിൻ പറക്കത്തില്ല. പിന്നെ പറക്കില്ലാത്ത പക്ഷികളോ ഏതൊക്കെയാ ഉള്ളത്? ആരെയും അറിയത്തില്ലേ? ഹലോ, പോയോ എല്ലാവരും? പിന്നെ പറക്കില്ലാത്ത പക്ഷികൾ ഏതൊക്കെയാ ഉള്ളത്? എന്തോ? കേട്ടില്ല. ഹലോ. ഒട്ടകപക്ഷിയുണ്ട്. പിന്നെ ഒട്ടകപക്ഷിയുണ്ട്. കറക്റ്റ് ആട്ടോ, പറഞ്ഞാൽ കറക്റ്റാ. ഒട്ടകപക്ഷിയുണ്ട്. പിന്നെ കിവി അല്ലേ? കിവി ഇതിൻ്റെ അകത്ത് പെടുന്നതാണ്. നമ്മുടെ പറക്കയല്ലാത്ത പക്ഷികളുടെ അതിൻ്റെ അകത്ത് പെടുന്ന കിവി. പെൻഗ്വിൻ അതെ, ഒട്ടകപക്ഷി അതെ, കിവി അതെ. ഓക്കെ, നമുക്കിപ്പോൾ 3 ചോദിച്ചിട്ടുള്ളതുകൊണ്ട് 3 മതി കേട്ടോ. ഓക്കെ, അപ്പോൾ പക്ഷികൾ എന്തുകൊണ്ടാണ് പക്ഷികൾക്ക് അവയുടെ അസ്ഥികൂടത്തിന് വെയിറ്റ് കുറവാന്ന് പറയുന്നത്? അവയുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ അസ്ഥികൾക്ക് ഭാരം കുറവാന്ന് പറയുന്നത്. അതുപോലെ തന്നെ പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള അനുകൂലനമായിട്ട് ഈ വെയിറ്റ് കുറവുള്ളത് കൊണ്ടാണ് പക്ഷികൾക്ക് കൂടുതലായിട്ടും പറക്കാൻ പറ്റുന്നത്. ഇനി നോക്കിക്കേ, അസ്ഥി നമ്മുടെ ഉള്ളിലും നമ്മുടെ ശരീരത്തിനുള്ളിലും അസ്ഥികളുണ്ടല്ലോ. ഈ പെൻഗ്വിനിലെല്ലാം അസ്ഥികളുണ്ട് കേട്ടോ. അവർക്ക് പറക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ട് അസ്ഥി കൂടെ ഇല്ല എന്നുള്ളതല്ല പറഞ്ഞേ, എന്നാൽ പറക്കാൻ കഴിയില്ലാത്ത പക്ഷികളും ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അസ്ഥി നമ്മുടെ ഉള്ളിലും നമ്മുടെ ശരീരത്തിനുള്ളിലും അസ്ഥികളുണ്ടല്ലോ. കൈകൾ, കാലുകൾ, വിരലുകൾ, തല തുടങ്ങി വിവിധ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ച് സ്വയം പരിശോധിക്കൂ. എല്ലാ അസ്ഥികളും ഒരുപോലെയാണോ? നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ധാരാളം അസ്ഥികളുണ്ട്. ഇതാണ് നമ്മുടെ മനുഷ്യരുടെ സ്കെൽട്ടൺ അല്ലേ? ഇതാണ് നമ്മുടെ ലാബിലൊക്കെ പൊതുവേ കാണാറുള്ളത്. അപ്പം ഇതിൽ എല്ലാം ഒരുപോലെയാണോ ഇരിക്കുന്നത്? നമ്മുടെ തല മുതൽ പാദം വരെ എടുക്കുമ്പോൾ എല്ലാ അസ്ഥികളും ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല. ചിലതിന് നീളമുള്ളതുണ്ട്, ചിലത് ഉരുണ്ടിട്ടിരിക്കുന്നതുണ്ട്, ചിലതിന് വലിപ്പം കുറവാണ്. അങ്ങനെ പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഓരോന്നും നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കില്ലേ, ഞാൻ പഴയ ടെക്സ്റ്റ് കൂടെ കാണിക്കാറുണ്ടല്ലോ, നമ്മുടെ പഴയ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇത് പക്ഷെ ലാസ്റ്റാണ് ഈ ഒരു ടെക്സ്റ്റിനകത്ത് വരുന്നത്, പക്ഷെ ഇത് നമുക്ക് നോക്കാം. പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിനുള്ളിലാണുള്ളത്. ഇവ ആന്തര അസ്ഥികൂടങ്ങൾ എന്നറിയപ്പെടും. നമുക്ക് ആന്തര അസ്ഥികൂടവും ബാഹ്യ അസ്ഥികൂടവും സത്യം പറഞ്ഞാൽ ഈ മറ്റേ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റാണ് വരുന്നത്. നമുക്ക് നമ്മുടെ മനുഷ്യൻ്റെ അസ്ഥികൂടം ഉള്ളത് നോക്കാം കേട്ടോ. മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെ അസ്ഥികളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെയാണ് നമ്മുടെ സ്കള്ള് വരുന്നത് അല്ലേ, തലയോട്. പിന്നെയുള്ളതാണ് ഇത് വാരിയെല്ല്, ഇതിൻ്റെ നടുക്കാണ് ഏകദേശം നമ്മുടെ ഹേർട്ട് ഇരിക്കാന്ന് പറയാം അല്ലേ. പിന്നെ കയ്യിൽ എല്ലുകളുണ്ട്, നട്ടെല്ലുകളാണ്. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പഠിക്കുന്ന പ്രധാനമായിട്ടുള്ള അസ്ഥികൾ. ഈ 4 തലയോടുണ്ട്, വാരിയെല്ലുണ്ട്,
കയ്യിലെ എല്ലുകളുണ്ട്, അതുപോലെ തന്നെ നട്ടെല്ലുണ്ട്. ഇനി നോക്കിക്കേ, അസ്ഥികൾ പലവിധം. തലയോട്, വാരിയെല്ല്, നട്ടെല്ല്, മറ്റ് എല്ലുകൾ എന്നിവ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു. തലയോട് എന്തിനെ സംരക്ഷിക്കുന്നതാണ്? നമ്മുടെ ബ്രെയിൻ. തലച്ചോറിനെ സംരക്ഷിക്കുന്നതാണ് ഏത്? തലയോട്. അപ്പൊ ഇനിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കുറിച്ച് പോകണം കേട്ടോ. തലയോടെന്ന് പറയുന്നത് തലച്ചോറിനെ സംരക്ഷിക്കുന്നു. തലയോട്ടിയിൽ കീഴ്ത്താടിയെല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത്. നമ്മുടെ ഈ തലയോട്ടിയിൽ കീഴ്ത്താടിയെല്ലിന് മാത്രമാണ് എന്തുള്ളത്? ചലന സ്വാതന്ത്ര്യമുള്ളത്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടിയിലാണുള്ളത്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ എവിടെയാണ്? നമ്മുടെ ഈ താടി അല്ലെ, നമ്മുടെ ഈ കീഴ്ത്താടിയിലാണ് ഉള്ളത്. ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ്. നട്ടെല്ലിനേൽക്കുന്ന ചില ക്ഷതങ്ങൾ ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമായേക്കാം. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. നമ്മുടെ തുടയിലെ എല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ്. ചെവിക്കുള്ളിലെ ഏറ്റവും ഒരു അസ്ഥിയാണ് സ്റ്റേപ്പിസ്. അതാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. അപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസുമാണ്. അത് പഠിക്കണം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്, ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. അതുപോലെ തന്നെ നമ്മുടെ ഈ തലയോട്ടിയിൽ ഏറ്റവും ബലമുള്ള ഒരു അസ്ഥി എന്ന് പറയുന്നത് ഏതാണ്? ഈ കീഴ്ത്താടിയെല്ലാണ്. അതിന് മാത്രമേ നമ്മുടെ തലയുടെ ഇത്രയും ഭാഗത്ത് ചലന സ്വാതന്ത്ര്യമുള്ളൂ. അതായത് ഈ നമ്മുടെ ഈ തലയോട്ടി എടുത്താൽ ഈ ഇത്രയും ഭാഗത്തിൽ ഈ ഒരു ഭാഗത്തിന് മാത്രമേ ചലന സ്വാതന്ത്ര്യമുള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും കട്ടിയുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്, അതാണ് കീഴ്ത്താടിയെല്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഈ തലയോട്ടിയിൽ കീഴ്ത്താടിയിലാണ് ചലന സ്വാതന്ത്ര്യം ഉള്ളത്, അതാണ് ഏറ്റവും ബലമുള്ളത്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് തുടയിലും ചെറിയ അസ്ഥി സ്റ്റേപ്പിസുമാണ്. അത് എഴുതിയോ? വലിയ അസ്ഥി തുടയിലും ചെറിയ അസ്ഥി സ്റ്റേപ്പിസുമാണ്. അത് രണ്ടും കിട്ടിയോ? അത് രണ്ടും എഴുതിയോ അസ്ഥികളുടെ കാര്യത്തിലുള്ളത്? ഓക്കെ. അങ്ങനെയാണ് എത്ര അസ്ഥികൾ എന്നുള്ളത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് നോക്കിയിട്ട്, പുതിയ ടെക്സ്റ്റിൻ്റെ അകത്ത് നോക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. ഓക്കെ. അപ്പം മനുഷ്യ അസ്ഥികൂടം നമ്മൾ പറഞ്ഞു ശരീരത്തിന് ആകൃതി നൽകുന്നു, ഉറപ്പ് നൽകുന്നു, അതുപോലെ തന്നെ ചില ആന്തരിക അവയവങ്ങളെയൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതാണ് ഏത്? നമ്മുടെ സ്കൾട്ടൺ അഥവാ അസ്ഥികൂടം എന്ന് പറയുന്നത്. അപ്പം മനുഷ്യ അസ്ഥികൂടം തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പെല്ല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം എന്ന് പറയുന്നത്. താഴെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വായിച്ചും ചിത്രങ്ങൾ നിരീക്ഷിച്ചും മനുഷ്യ അസ്ഥികൂടത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കൂ. നമുക്ക് ഓരോന്നും നോക്കാം. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ തലയോട്. ഈ ചിത്രം നിങ്ങൾ പലയിടത്തും കണ്ടിട്ടില്ലേ? ഉണ്ട് അല്ലേ? നമ്മുടെ തലയോട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. അപ്പം തലയോടെന്ന് പറയുന്നത് എത്ര അസ്ഥികൾ ചേർന്നതാണ്? 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. ഇവയിൽ ഒരസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്. ഏതാണെന്ന് പറയാമോ? നമ്മൾ പറഞ്ഞു, അതാണ് നമ്മുടെ കീഴ്ത്താടിയെല്ലെന്ന് പറയുന്നത്. ഭക്ഷണം ചവയ്ക്കുമ്പോൾ ചലിക്കുന്ന അസ്ഥിയാണത്. ഏതാണ്? നമ്മുടെ കീഴ്ത്താടിയെല്ല്. അപ്പോൾ നമ്മുടെ തലയോട്ടിൽ എത്ര അസ്ഥികളുണ്ട്? 22 അസ്ഥികളുണ്ട്. 22 അസ്ഥികൾ ചേർന്നതാണ് നമ്മുടെ ഈ തലയോടെന്ന് പറയുന്നത്. അതിൽ ഒരെണ്ണം മാത്രമേ ചലന സ്വാതന്ത്ര്യമുള്ളൂ. അതേതാണ്? കീഴ്ത്താടിയെല്ല്. ഓക്കെ. തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം ഏതാണെന്ന് എഴുതൂ. ഏതാണ് തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം? ഇപ്പോൾ പറഞ്ഞായിരുന്നു. ഏതാണ് നമ്മുടെ തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം? നമ്മുടെ തലച്ചോറ് അല്ലേ? ബ്രെയിനെ സംരക്ഷിച്ചിരിക്കുന്നതാണ് നമ്മുടെ തലയോട്. തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവമാണ് നമ്മുടെ തലച്ചോറ്. ഇത് കൂടാതെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്കും സംരക്ഷണം നൽകുന്ന ആരാണ്? നമ്മുടെ തലയോടാണ്.
ഓക്കെ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്കും സംരക്ഷണം നൽകുന്ന ആരാണ്? തലയോടാണ്. മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന ചെറിയ ക്ഷതങ്ങൾ പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നറിയാമല്ലോ. എത്ര പ്രാധാന്യത്തോടെയാണ് ശരീരം മസ്തിഷ്കത്തെ സംരക്ഷിച്ചിരിക്കുന്നതെന്ന് തലയോടിന്റെ ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. കണ്ടോ, അതായത് നല്ല കട്ടിയുള്ള ഭാഗമാണ് ഇവിടം, ഇതിന്റെ അകത്താണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്. അപ്പോൾ 22 അസ്ഥികൾ ചേർന്നതാണ് ഈ തലയോട്. ഇവയിൽ ഒരസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്, അതാണ് നമ്മുടെ കീഴ്ത്താടിയെല്ല്. തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം നമ്മുടെ തലച്ചോറാണ്. അതുപോലെ തന്നെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് എന്താണ്? തലയോടാണ്. അപ്പോൾ കിട്ടിയോ തലയോടിനെ പറ്റിയുള്ള കാര്യങ്ങൾ? 22 അസ്ഥികളുണ്ട്, അതിൽ ഒരസ്ഥി മാത്രമേ ചലിപ്പിക്കത്തുള്ളൂ, അതാണ് നമ്മുടെ കീഴ്ത്താടിയെല്ല്. പിന്നെ തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവമാണ് തലച്ചോറ്. പിന്നെ അതുകൂടാതെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതും തലയോടാണ്. ഇത്രയും കിട്ടിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹെൽമെറ്റ് നമുക്കറിയാം. നമ്മൾ ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല എന്ന് പറയുക. വാഹനം ഓടിക്കുന്നവരും കൂടെ യാത്ര ചെയ്യുന്നവരും ഹെൽമെറ്റ് ധരിക്കുന്നുണ്ടെന്നും മോട്ടോർ വാഹന നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് നിർദ്ദേശം നൽകി. ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്നും നിർദ്ദേശിച്ചു. ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തുവാ? നമ്മുടെ തല പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം, അല്ലേ? നമ്മുടെ തലയിടിച്ച് വീഴുകയോ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ പിന്നെ നമുക്ക് ജീവിതകാലം മൊത്തം അത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒന്നെങ്കിൽ നമ്മുടെ ജീവൻ പോകാം, അല്ലെങ്കിൽ നമ്മൾ കിടപ്പായി പോകാം. നമ്മുടെ തല, നട്ടെല്ല് അവിടെയൊക്കെ ഇടിക്കുകയോ എന്തെങ്കിലും സംഭവിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ, അതുകൊണ്ടാണ് നമ്മൾ തല പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മുടെ ഹെൽമെറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. അപ്പോൾ തലയോട് കഴിഞ്ഞു രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ആളാണ് നമ്മുടെ നട്ടെല്ല്. നോക്കിക്കേ, നമ്മുടെ നട്ടെല്ല് എവിടെയാണ് കാണപ്പെടുന്നത്? നിങ്ങൾ സ്വയം പരിശോധിച്ച് നട്ടെല്ലിൻ്റെ സ്ഥാനം കണ്ടു. നമുക്കറിയാം നട്ടെല്ല് നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയാം, അല്ലേ? പുറക്, നമ്മുടെ സ്പൈനൽ കോഡ് നമ്മുടെ പുറകിലാണ് കാണപ്പെടുന്നത്. ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. അതായത് നോക്കി, ഒരൊറ്റ അസ്ഥിയല്ല, പലതരത്തിലുള്ള അസ്ഥികളുടെ ഒരു നിരയാണ് ഏത്? നട്ടെല്ലെന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ ബ്രാഞ്ചസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കിടക്കുന്നത് കണ്ടോ? ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ലെന്ന് പറയുന്നത്. നട്ടെല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ നട്ടെല്ലിലെ അസ്ഥികളെ പറയുന്ന പേരാണ് എന്ത്? കശേരു. കസേരയല്ല കേട്ടോ, കശേരു എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ നട്ടെല്ലിലെ അസ്ഥികൾക്ക് പറയുന്ന പേരാണ് ഏത്? കശേരു എന്ന് പറയുന്നത്. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. അപ്പം നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? 33 അസ്ഥികളാണ് കേട്ടോ. 33 കശേരുക്കൾ ചേർന്നതാണ് നമ്മുടെ നട്ടെല്ലെന്ന് പറയുന്നത്. ഈ കശേരുക്കൾ എത്ര ക്രമമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത് എന്ന് ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ലിൻ. നട്ടെല്ലിന് കാര്യമായ ക്ഷതമേറ്റാൽ എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാണ്. നമ്മുടെ നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്ന ഇതിലെ തന്നെയാണ് നമ്മുടെ നട്ടെല്ലിനുള്ളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല്. അപ്പം നട്ടെല്ലിന് എന്തെങ്കിലും പറ്റിയാൽ എഴുന്നേറ്റ് നടക്കാൻ പ്രയാസമാണ്, അല്ലേ? നട്ടെല്ലിന് നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ വളരെ പാടാണ്. അപ്പം നട്ടെല്ലിനെ പറ്റി പഠിക്കേണ്ടത് ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. നട്ടെല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്നാണ് പറയുന്നത്. നട്ടെല്ലിലെ അസ്ഥികൾക്ക് പറയുന്ന പേരാണ് കശേരുക്കൾ. 33 കശേരുക്കൾ ചേർന്നതാണ് ഏത്? നട്ടെല്ല്. പിന്നെ നട്ടെല്ല് അതായത് നാഡീവ്യൂഹത്തിന് പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല്. ഇത്രയാണ് നട്ടെല്ലിനെ പറ്റിയുള്ള കാര്യങ്ങൾ കേട്ടോ. 33 എണ്ണം ഉണ്ടേ, അത് ഓർക്കണം കേട്ടോ. നമ്മുടെ സ്കള്ളായിരുന്നെങ്കിലോ അവിടെയാണെങ്കിൽ 22 എണ്ണേ ഉള്ളൂ. ഇവിടെ നമ്മുടെ നട്ടെല്ലിനാണെങ്കിൽ അത് 33 എണ്ണം ഉണ്ട്.
ഇനി അടുത്ത ആളാണ് നമ്മുടെ വാരിയല്. വാരിയലുകളുടെ സ്ഥാനം എവിടെയാണ്? സ്വയം സ്പർശിച്ച് മനസ്സിലാക്കുക. നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട് സൈഡിലാണ് വാരിയല് വരുന്നത്. മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകളുണ്ട്? 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. വാരിയെല്ലുകൾ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറെല്ലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ഇതുണ്ട്, ഈ ഒരു പിക്ചറിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഈ പോകുന്ന നട്ടെല്ലാണ്, അത് ബാക്ക് സൈഡാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ മാറല്ലെന്ന് പറയുന്നത്. പിന്നെ ഇതാണ് വാരിയെല്ല്. ഇത് രണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്? നമ്മുടെ വാരിയെല്ലിരിക്കുന്നത്. മാറല്ലും നട്ടെല്ലുമായിട്ട് കണക്ട് ചെയ്താണ് എന്തിരിക്കുന്നത്? വാരിയെല്ലിരിക്കുന്നത്. അപ്പോൾ വാരിയെല്ലുകൾ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറെല്ലിനോടും ബന്ധിപ്പിച്ചാണ് ഇവിടെ വാരിയെല്ലിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര എല്ലുകളുണ്ട്? അല്ലെങ്കിൽ 12 ജോഡി വാരിയെല്ലുകളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. 12 ജോഡി വാരിയെല്ലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. തലയോട്, നട്ടെല്ല്, വാരിയെല്ല് എന്നിവയെക്കുറിച്ച് നിങ്ങൾ പല കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ വാരിയെല്ലിൻ്റെ പ്രത്യേകത, മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുകളാണുള്ളത്. ഹൃദയം, ശ്വാസകോശം, നമുക്കറിയാം ഹൃദയവും ശ്വാസകോശം ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം ഞാൻ ഹൃദയം വരച്ചത് കേട്ടോ, ഇങ്ങനെ ആയിപ്പോയതാണേ. ഓക്കെ, ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഏതാണ്? നമ്മുടെ വാരിയെല്ലുകളാണ്. പിന്നെ നട്ടെല്ലിനെയും മാറെല്ലിനെയും കൂടെ കണക്ട് ചെയ്താണ് ഏതിരിക്കുന്നത്? നമ്മുടെ വാരിയെല്ല്. ഇതിനെ രണ്ടിനെയും കൂടെ ബന്ധിപ്പിച്ചാണ് ഇവിടെ നട്ടെല്ല്, അതുപോലെ തന്നെ ഇവിടെ മാറല്ല്, ഇതിനെ രണ്ടിനെയും കൂടെ ഇങ്ങനെ കണക്ട് ചെയ്താണ് എന്തിരിക്കുന്നത്? നമ്മുടെ വാരിയെല്ലുകൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 12 ജോഡി വാരിയെല്ലുകളാണുള്ളത്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴൽ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. വാരിയെല്ലുകൾ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ വാരിയെല്ലിൻ്റെ കാര്യം കിട്ടിയില്ലേ? തലയോട്, വാരിയെല്ല്, നട്ടെല്ല്, 3 പേരുടെയും കിട്ടിയോ കാര്യങ്ങൾ? കിട്ടിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ പറയുന്നുണ്ട്. ഓരോ പെട്ടെന്ന് ആൻസർ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുതി പോകാം കേട്ടോ. തലയോടിയിൽ എത്ര അസ്ഥികളുണ്ട്? എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? തലയോടിയിൽ എത്ര? ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യല്ലേ, നിങ്ങൾ മൈക്ക് ഓണാക്കി പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. തലയോടിയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? അയ്യോ സിസ്റ്റർ പറയുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കത്തില്ലല്ലോ. 22. എനിക്ക് എന്തോ സൗണ്ടിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ഉള്ള പോലെ തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളുടെ സൗണ്ട് വളരെ ലോ ആയിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇതിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ, 22. തലയോടിയിലെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണ്? ഏതായിരുന്നു? ഓക്കെ, കീഴ്ത്താടിയല്. ഞാൻ കീഴ്ത്താടി എന്ന് പറയുന്നു കേട്ടോ. ഇനി നട്ടെല്ല് എത്ര കശേരുക്കൾ ചേർന്നതാണ്? 33. ഓക്കെ ശരിയാണ് സിസ്റ്റർ മുമ്പേ മൈക്ക് ഓണാക്കിയിട്ട് എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? ഇപ്പം പറഞ്ഞോളൂ. നട്ടെല്ല്. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം നട്ടെല്ല്. നട്ടെല്ലിന്റെ പ്രധാന ധർമ്മം എന്ത്? അത് പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? സെന്റൻസ് ആയിട്ട് പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്നു. ഞാനത് എഴുതുന്നില്ല കേട്ടോ, അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. ശരീരം നേരെ നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്നു. ഇനി ഹൃദയം, ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി എന്തോ? വാരിയല്ല്. ഓക്കെ, വാരിയല്ല്. തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രധാന അവയവങ്ങൾ ഏതൊക്കെയാണ്? തലയോടിനാൽ പൊതിഞ്ഞ് ബ്രെയിൻ ഉണ്ട്. പിന്നെ നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക് അല്ലേ? കണ്ണ്, മൂക്ക്, നാക്ക് എല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. അതൊക്കെയാണ് പ്രധാന അവയവങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ വന്നപ്പോൾ തന്നെ നമ്മൾ ആ 3 കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചില്ലേ? നമ്മുടെ തലയോടും വാരിയലും പിന്നെ നമ്മുടെ ഏതായിരുന്നു നട്ടെല്ലും, അതിനെക്കുറിച്ചുള്ള അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളായി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾ ആ ടെക്സ്റ്റ് ഞാനത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ആ ടെക്സ്റ്റ് എടുക്കുമ്പോൾ ഇതുകൂടെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ,
അപ്പം ഇത്രയാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ. ഇനി നോക്കിക്കേ നമ്മുടെ കൈകാലുകളിലെ അസ്ഥികൾ. മനുഷ്യ ശരീരത്തിലെ ഓരോ കൈയിലും എത്ര അസ്ഥികളുണ്ട്? മനുഷ്യൻ്റെ കയ്യിലെ അസ്ഥികളുടെ ചിത്രം നിരീക്ഷിക്കൂ. ഇത് കണ്ടോ, ഈ തൂങ്ങിക്കിടക്കുന്നതാണ് നമ്മുടെ കയ്യിലെ അസ്ഥികൾ. കണ്ടോ, ഈ കിടക്കുന്നതാണ് കയ്യിലെ അസ്ഥികൾ. മനുഷ്യൻ്റെ ഓരോ കൈയിലും 32 അസ്ഥികൾ വീതമാണുള്ളത്. നമ്മുടെ ഒരു കയ്യിൽ, നമ്മുടെ ഇപ്പോൾ ഒരു വലത്തെ കൈ എടുത്താൽ ആ വലത്തെ കൈയിൽ 32 ഉണ്ട്. അതുപോലെ തന്നെ ഇടത്തെ കൈ എടുത്താൽ ഇടത്തെ കൈയിലും 32 ഉണ്ട്. അപ്പം മനുഷ്യൻ്റെ ഓരോ കൈയിലും 32 അസ്ഥികൾ വീതമാണുള്ളത്. 2 കാലിൽ നിൽക്കുവാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ടല്ലോ. കൈകളിലെ അസ്ഥികളെ അപേക്ഷിച്ച് കാലിലെ അസ്ഥികൾ കൂടുതൽ ബലമുള്ളവയാണ്. നിങ്ങളുടെ നിഗമനം ക്ലാസ്സിൽ പങ്കുവയ്ക്കുന്നതായിട്ടുണ്ട്. കാരണം എന്നാണ്? അതായത് നമുക്കറിയാം, നമ്മൾ നിൽക്കുന്ന കാലുകൊണ്ടാണല്ലോ. അപ്പോൾ കൂടുതൽ വെയിറ്റ് പോകുന്നത് എങ്ങോട്ടാണ്? കാലിലേക്കാണ്. അപ്പോൾ കാലുകൾക്ക് അസ്ഥികൾക്കാണ് കൈയിലേക്കാട്ടിലും കുറച്ചുകൂടെ ബലമുള്ളത്. മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ 31 അസ്ഥികളുണ്ട്. അപ്പം നോക്കിക്കേ, നമ്മുടെ എന്താ മനുഷ്യൻ്റെ കയ്യിലാണെങ്കിൽ 32 ഉള്ളൂ, കാലിലാണെങ്കിൽ 31. ഒരെണ്ണം കുറവാണ് കയ്യിലേക്കാട്ടിലും. കാലിനാണ് ബല കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ കാലാണ് ഏറ്റവും ബലമായിട്ടുള്ളതെന്ന് പറഞ്ഞ് നമ്പർ കൂടുതൽ അവൻ ഇട്ടേക്കരുത്. നമ്പർ അവന് കൈയിനെക്കാട്ടിലും കുറവാണ്. അപ്പോൾ കൈക്ക് 32ഉം കാലിൽ 31ആണ്. അവസാനം നമുക്ക് ഈ എല്ലായിടത്തെയും അസ്ഥികളുടെ എണ്ണം പഠിക്കാനുണ്ട് കേട്ടോ. എല്ലായിടത്തെയും തലയോട്, നട്ടെല്ല്, വാരിയല്. ഇപ്പോൾ തലയോടാണ് 22. ഇപ്പം തന്നെ നമ്പേഴ്സ് മാറിപ്പോയത്. തലയോടാണ് 22, നട്ടെല്ലാണ് 33, വാരിയിലാണെങ്കിൽ 12 ജോഡിയാണ്, 12 ജോഡി. കയ്യിലാണെങ്കിൽ 32, കാലിലാണെങ്കിൽ 31. കണ്ടോ, കാലിലാണെങ്കിൽ 31. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി നോക്കിക്കേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി അല്ലെങ്കിൽ ഏറ്റവും വലിയ അസ്ഥി നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. ഏതാണ്? നമ്മുടെ തുടയലിലാണ്. കണ്ടോ, അത് നമ്മുടെ കാലുമായിട്ട് കണക്ട് ചെയ്ത അല്ലേ. കാലുകളിലെ അസ്ഥികൾ ബാക്കി കാണിച്ചിട്ടുണ്ട് അതിൽ. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്നുള്ളതിൻ്റെ ഉത്തരം വരുന്ന ഏതാണ്? നമ്മുടെ തുടയൽ. ഇനി നോക്കിക്കേ, ജനന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 300 അസ്ഥികൾ ഉണ്ടാവും. പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും യോജിച്ച് 206 കുറയുന്നു. അപ്പം മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 206 ആണ്. അതായത് 206 മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അസ്ഥികളുടെ എണ്ണം. അത് നോട്ട് ചെയ്യണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. 206, 204 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അസ്ഥികളുടെയും കൂടെ എണ്ണമാണ് ഏത്? നമ്മുടെ 206 എന്ന് പറയുന്നത് കേട്ടോ. മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും കാണുന്ന അസ്ഥികളുടെ എണ്ണം പട്ടികപ്പെടുത്തുക. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം കണക്കാക്കാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ തന്നിട്ടുണ്ട്. നട്ടെല്ലാണെങ്കിൽ 33, മാറലാണെങ്കിൽ 1, 2 കൈയിലാണെങ്കിലോ ഒരു കൈയിൽ 32 പറഞ്ഞു. ഇപ്പോൾ 2 കൈ വരുമ്പം എത്ര വരും? 64 വരും അല്ലേ. 2 കാല് വരുമ്പോഴോ 62 വരും അല്ലേ. പിന്നെ വാരിയലിൻ്റെ എണ്ണവും പറഞ്ഞിട്ടുണ്ട്. വാരിയൽ വരുമ്പോൾ 12 ജോഡിയാണ്. തലയോട്ടി വരുമ്പം 22 എണ്ണമാണ്. അങ്ങനെ ടോട്ടൽ ആകെ എത്ര വരുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ആകെ എത്ര വരണം? നമുക്ക് 206 വരണം. ഞാൻ ഇതിൻ്റെ കോളം മറ്റേ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണിക്കാം കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നോക്കിക്കേ, കണ്ടോ, ഇതാണ് സംഭവം. ഇതിൻ്റെ അരക്കെട്ടിൻ്റെ കാര്യം കൂടെ നമ്മുടെ ടെക്സ്റ്റിൽ അത് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം 300 എല്ലുകൾ ഉണ്ടാകും. പ്രായപൂർത്തി ആവുന്നതോടെ ഇതിൽ പലതും ഒന്നിച്ചു ചേർന്ന് 206 കുറയുന്നു. മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ താഴെ പറയുന്ന തോതിലാണുള്ളത്. തലയോട് കണ്ടോ 22, വാരിയൽ 24, നമ്മുടെ 12 ജോഡി. ഓരോ കാലിലും 30. ഇവിടെ 30 എന്നാണ് പറഞ്ഞത് നമ്മുടെ, പക്ഷേ പുതിയ ടെക്സ്റ്റിൽ 31 എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺഫേം ആക്കിയിട്ട് പറഞ്ഞേക്കാവേ. പഴയ ടെക്സ്റ്റിൽ 30 എന്നാണ് കിടക്കുന്നത്, പുതിയതിൽ 31. ഓക്കെ. ഇനി അരക്കെട്ട്, നമ്മുടെ അരക്കെട്ടിൽ 2, അത് ഞാൻ പറഞ്ഞില്ലല്ലോ, പുതിയ ടെക്സ്റ്റിനകത്ത് അത് വരുന്നേ ഉള്ളൂ. അരക്കെട്ട് നമുക്ക് 2 അസ്ഥികളാണുള്ളത്. പിന്നെ നട്ടെല്ല് 33 കശേരുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓരോ കൈയിലും 32. പിന്നെ മാറല്
ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫ്രണ്ട് സൈഡിൽ വരുന്ന ആ മാറല് ഒന്നേ ഉള്ളൂ. ഇങ്ങനെ മൊത്തം കൂട്ടി എത്ര വരും? 206 അസ്ഥികളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. നിങ്ങൾ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ എല്ലാം കൂടെ എഴുതി ഇതിലാകുന്നതിന് നല്ലത് ഈ ഒരു ടേബിൾ പഠിക്കുന്നതായിരിക്കും. ഇനി ആ കാലിലെ അസ്ഥികളുടെ എണ്ണം ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് 30 ആണോ 31 ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞേക്കാം കേട്ടോ. ബാക്കിയുള്ള ഈ ഒരു ടേബിൾ പഠിച്ചാൽ മതി. തലയോട് ഇത്ര, വാരിയൽ ഇത്ര, പിന്നെ ഓരോ കാലിലും കയ്യിൽ മാറല്, നട്ടെല്ല്, അരക്കെട്ട് എത്രയാണ് എണ്ണം എന്നുള്ളത് കേട്ടോ. ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ മതി. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഓക്കെ. പിന്നെ മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്ന മൃദുവായ അസ്ഥികളാണ്. ഇവയെ തരുണ അസ്ഥികൾ എന്നറിയപ്പെടുന്നു. അത് നമുക്ക് വരുന്നേ ഉള്ളൂ. നമ്മുടെ പുതിയ ടെക്സ്റ്റിൻ്റെ നോക്കാം. ഓക്കെ. അപ്പം അസ്ഥികളുടെ എണ്ണം എല്ലാവർക്കും കിട്ടിയോ? മൊത്തം അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 ആണ്. പിന്നെ ഓരോ അസ്ഥികളുടെ നട്ടെല്ല് 33, 2 കൈ 2 കാല്, അതിൻ്റെ അത് കൂട്ടണ്ട. ഈ ഒരു സൈഡിൽ കിടക്കുന്ന എണ്ണം നോക്കിയാൽ മതി. പിന്നെ മാറൽ ഒന്നുണ്ട് കേട്ടോ. മാറലാണെങ്കിൽ ഒരെണ്ണം ഉണ്ട്. ആ അസ്ഥികളുടെ എണ്ണം കിട്ടിയോ? നമ്മുടെ കയ്യിലെ അസ്ഥികളുടെ എണ്ണം, കാലുകൾ, പിന്നെ തലയോട്, ഓക്കെ, നട്ടെല്ല്, നമ്മുടെ എന്താ വാരിയല്, എല്ലാത്തിൻ്റെയും ഓക്കെ അല്ലേ? അങ്ങനെയാണ്. നമുക്ക് ബാക്കി നോക്കാം. തരുണാസ്ഥികൾ ഇപ്പം നമ്മൾ പറഞ്ഞു. ചെവി, മൂക്ക് എന്നീ ഭാഗങ്ങൾ പരിശോധിക്കൂ. ഇവയ്ക്ക് കൈകാലുകളിലെ അസ്ഥികളെ പോലെ ബലം തോന്നുന്നുണ്ടോ? നമ്മുടെ ചെവിയിലും നമ്മുടെ മൂക്കിലൊക്കെ തൊട്ട് നോക്കുമ്പോൾ അതിന് ബലമുണ്ടോ? ഇല്ല. ചെവിയൊക്കെയാണ് നമുക്ക് പിടിച്ച് പയ്യെ ഇങ്ങനെ വളച്ചൊക്കെ നോക്കാം. മൂക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഇങ്ങനെ വെക്കാം അല്ലേ? വളയ്ക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. കാരണം എന്താണ്? അതിന് വലിയ കട്ടിയൊന്നുമില്ല. കട്ടിയില്ലാത്തൊരു അസ്ഥിയാണ് നമ്മുടെ മൂക്കിലെയും ഈ ചെവിയിലെയൊക്കെ ഉള്ളത്. അപ്പോൾ അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ. ഇവ എല്ലുകളേക്കാൾ മൃദുവാണ്. മനുഷ്യ ശരീരത്തിലും മറ്റു ജന്തു ശരീരങ്ങളിലും ഇത് കാണപ്പെടുന്നു. പ്രധാനമായും തരുണാസ്ഥികൾ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുകൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. തരുണാസ്ഥികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ മൃദുവാണ്. എവിടെയൊക്കെ കാണപ്പെടുന്നു? ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാല്, ശ്വാസനാളം, കശേരുകൾക്കിടയിലുള്ള ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. കിട്ടിയോ? ഇതാണ് നമ്മുടെ തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. ചെവി, മൂക്ക് തുടങ്ങിയ ഭാഗത്താണ് നമ്മുടെ കാണപ്പെടുന്നത്. വളരെ മൃദുവായിരിക്കും. അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. ഇവ എല്ലുകളേക്കാൾ മൃദുവാണ്. മനുഷ്യ ശരീരത്തിലും മറ്റ് ജന്തു ശരീരങ്ങളിലും ഇത് കാണപ്പെടുന്നു. പ്രധാനമായും തരുണാസ്ഥികൾ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുകൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇതാണ് നമ്മുടെ തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം അസ്ഥിസന്ധികൾ, ജോയിൻസ്. ചിത്രം 1, ചിത്രം 2. നമ്മുടെ കൈകാലുകളും വിരലുകളും അനായാസം മടക്കാനും നിവർത്താനും കഴിയുന്നില്ലേ? എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? നോക്കിക്കേ. മനുഷ്യന്റെ കൈപ്പത്തിയിലെ അസ്ഥികളുടെ ചിത്രം തന്നിട്ടുണ്ട്. അതിന്റെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട എങ്ങനെയൊക്കെയാണ് നമ്മുടെ കൈ അല്ലെങ്കിൽ കാലുകൾ നമ്മളിങ്ങനെ കൈ അനക്കുകയും അത് മടക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നോക്കിക്കേ. അസ്ഥിസന്ധി. 2ഓ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധി എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികളുണ്ട്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയും ഉണ്ട്. നോക്കിക്കേ. നമുക്കറിയാം നമ്മുടെ കൈവിരലുകൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ കൈ ചുരുട്ടാറുണ്ട് അല്ലേ? ഞൊട്ട വിടാറുണ്ട്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാറുണ്ട്. കാലുകളാണേലും മുട്ടുകൾ മടക്കാറുണ്ട്. അല്ലാതെ നമ്മൾ കാൽപത്തികൾ ഇങ്ങനെ മേലോട്ടും താഴോട്ട് എക്സസൈസ് പോലെ ചെയ്യാറുണ്ട് അല്ലേ? അതൊക്കെ എങ്ങനെയാണ് നമ്മൾ മടക്കുകയും തിരിക്കുക, അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഇനി വരുന്ന ഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ജോയിൻസ്. വിജാഗിരി സന്ധി. നോക്കിക്കേ. ഇതുണ്ട്. അതിൻ്റെ ഒരു കാൽമുട്ടിലും കൈമുട്ടിലുമാണ് കാണപ്പെടുന്നത്. നോക്കിക്കോ. കതക്, ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ. നമുക്കറിയാം നമ്മുടെ ഈ കതകിൻ്റെയും ജനലിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം വിജാഗിരി ഇരിപ്പുണ്ട് അല്ലേ? അത് തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും ഒക്കെ എളുപ്പമായിട്ട്. കതക, ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ
ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. നമ്മുടെ കൈമുട്ടും കാൽമുട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ബാക്കിലേക്ക് മടക്കി അങ്ങനെ വെക്കാനേ പറ്റത്തുള്ളൂ, ചുറ്റിക്കറക്കാനൊന്നും പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിന് അതിൻ്റെ ഇടയ്ക്കൊരു വിജാഗിരി പോലൊരു സാധനമുണ്ട്. അപ്പോൾ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഇത്തരം സന്ധികളാണ് ഏത്? വിജാഗിരി സന്ധികൾ. ഹിഞ്ച് ജോയിന്റ് എന്ന് പറയും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന സന്ധികളാണ് ഏത്? വിജാഗിരി സന്ധികൾ. ഇനി വിജാഗിരി സന്ധി നോക്കിക്കേ, കാണപ്പെടുന്ന ഭാഗം നമ്മൾ പറഞ്ഞു, ഒന്ന് ഏതാണ്? കൈമുട്ടും, രണ്ടാമത്തെ ഭാഗമാണ് കാൽമുട്ടും. നിങ്ങൾ ഈ ടേബിൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. വിജാഗിരി സന്ധി എന്ന് എഴുതുക. അതിൻ്റെ നേരെയുള്ള ശരീരഭാഗങ്ങൾ ഏതൊക്കെയാ? കൈമുട്ട്, പിന്നെയുള്ളൊരു ഭാഗമാണ് കാൽമുട്ട്. അതിൻ്റെ പ്രത്യേകത ഇനി അതിൻ്റെ നേരെ ഒരു വരയിട്ടിട്ട് എഴുതിക്കോളാം. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് ഏത്? വിജാഗിരി സന്ധി. അത് ആ ജോയിന്റിന്റെ പേര് തന്നിട്ട് എന്താ പ്രത്യേകത ചോദിക്കാം, അല്ലെങ്കിൽ പ്രത്യേകത തന്നിട്ട് അത് ഏത് ജോയിന്റ് ആണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ശരീരഭാഗം തന്നിട്ട് അത് ഏത് ജോയിന്റ് ആണെന്ന് ചോദിക്കാം കേട്ടോ. 3 രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം, അതുകൊണ്ട് മാറിപ്പോകാതെ പഠിക്കാം. വിജാഗിരി സന്ധി അല്ലെങ്കിൽ ഹിഞ്ച് ജോയിന്റ് ആണെങ്കിൽ കൈമുട്ടിലും കാൽമുട്ടിലും ആയിരിക്കും കാണുക. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് ഏത്? നമ്മുടെ വിജാഗിരി സന്ധി. ഓക്കെ, കിട്ടിയോ? വിജാഗിരി സന്ധി കൈമുട്ട് കാൽമുട്ടിൽ കാണപ്പെടുന്നു. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ വിജാഗിരി സന്ധി. രണ്ടാമത്തെ സാധനം ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഇതുകൊണ്ട് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് രണ്ടാമത്തേത്. ഓക്കെ, ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്നാണേലും ഒരു ബോളുണ്ട്. അപ്പോൾ എന്തോ ഒരു ബോൾ അതിൻ്റെ അകത്തുണ്ട്. അതായത് നമ്മുടെ കൈമുട്ട് കാൽമുട്ട് എന്നിവയുടെ ചലനം പോലെയാണോ തോളെല്ലിൻ്റെ ചലനം? നമുക്കറിയാം നമ്മുടെ തോളെല്ല് അല്ലേ, നമ്മുടെ 2 സൈഡിലുള്ള തോൾ, അവിടെ എന്താണ് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഒരു ഇപ്പം ചുമ്മാ ഇരിക്കും, ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം അവിടെ ഒരു എന്തോ ഒരു കുഴി പോലെയുണ്ട്, അതിൻ്റെ അകത്തൊരു ബോൾ പോലെ ഉണ്ട് എന്ന് നമുക്ക് തോന്നും അല്ലേ. കൈകൾ വശങ്ങളിലേക്ക് നീട്ടി ചലിപ്പിച്ചു നോക്കൂ. തോളെല്ലിലെ സന്ധി എല്ലാ വശത്തേക്കും ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലേ? കേട്ടോ, ഇതാണ് തോളെല്ല്, അതിൻ്റെ അകത്ത് സന്ധി ഉണ്ട്, അതിൻ്റെ അകത്തൊരു ബോൾ ഉണ്ടെന്നാണ് പറയാം. ബോളിൻ്റെ അകത്തേക്ക് ഇതിങ്ങനെ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് പറയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ അരക്കെട്ടിൻ്റെ ഭാഗവും, ഈ നമ്മുടെ ഈ മേളിലത്തെ ഈ വയറും നമ്മുടെ താഴോട്ടുള്ള ഭാഗവും തമ്മിൽ ജോയിൻ ചെയ്യുന്നിടത്തും ഇതുപോലെ തന്നെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കിക്കേ, തോളെല്ല്, ഇടുപ്പെല്ല് എന്നിവയുടെ ചലനത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കൂ. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ഏത്? നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളത് ഏതിനാണ്? ഈ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിക്കാണ്. ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം, അതായത് ബോള്, മറ്റൊരസ്ഥിയുടെ കുഴിയിൽ സോക്കറ്റിൽ തിരിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചത്. അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരസ്ഥിയുടെ അറ്റത്തുള്ള ബോള് മറ്റേ അസ്ഥിയുടെ കുഴിക്കകത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്, അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളൊരു സന്ധിയാണ് ഈ ബോൾ ആൻഡ് സോക്കറ്റ്. അതിനാൽ ഇതിനെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നു. തോള്, ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലാണ് ഈ അസ്ഥിസന്ധി കാണപ്പെടുന്നത്. അപ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി ഇത് എവിടെ നമ്മുടെ ബോക്സ് കിടപ്പുണ്ട്, അതേപടി പഠിച്ചോളുക. 2 നമ്പർ ഇട്ടുക. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എവിടെയൊക്കെ കാണപ്പെടുന്നു? തോള്, അതുപോലെ ഞാൻ തോടെന്ന് എഴുതിയില്ലേ, തോള്, അതുപോലെ തന്നെ ഇടുപ്പ് ശരീരഭാഗങ്ങൾ. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാണപ്പെടുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാ? തോളും അതുപോലെ തന്നെ ഇടുപ്പല്ലും. ഇനി അതിൻ്റെ പ്രത്യേകതകൾ എന്താ? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളതാണ്. അതുപോലെ തന്നെ ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. കിട്ടിയോ? ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബോൾ സോക്കറ്റ് എന്ന് എഴുതിയാലും മതി. അതൊക്കെ ആ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു ബോളുണ്ട്, ആ ബോൾ ഇരിക്കുന്ന ഒരു കുഴിയുണ്ട്, അതാണ് ബോൾ ആൻഡ് സോക്കറ്റ്. പിന്നെ അതാണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളത്. ഇത് കാണപ്പെടുന്ന എവിടെയൊക്കെയാണ്? തോളും ഇടുപ്പും. ഇനി വിജാഗിരി ആണെങ്കിലോ, വിജാഗിരി സന്ധി ആണെങ്കിലും വിജാഗിരി പോലെ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ പറ്റുള്ളൂ. അത് കാണപ്പെടുന്നത് നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും ആയിരിക്കും. പിന്നെ ബോൾ ആൻഡ് സോക്കറ്റ് ആണെങ്കിൽ തോളിലും ഇടുപ്പിലും കാണപ്പെടും. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളതാണ്. അതുപോലെ തന്നെ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അതാണ് നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ്. ഇനി അതിൻ്റെ മോഡൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതൊന്നും വേണ്ട. രണ്ടാമത്തെയാണ് നമ്മുടെ പിവറ്റ് സന്ധി.
പിവോട്ട് ജോയിന്റ് എന്ന് പറയും, പിവറ്റ് സന്ധി. കണ്ടോ? കഴുത്തിലെ അസ്ഥിസന്ധിയുടെ പ്രത്യേകത എന്താണ്? ചലിപ്പിച്ചു നോക്കൂ. കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലേ? എത്രമാത്രം തിരിക്കാൻ കഴിയുന്നുണ്ട്? ഇത്തരം അസ്ഥിസന്ധിയാണ് പിവറ്റ് സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ പിവറ്റ് സന്ധി കാണപ്പെടുന്ന ശരീരഭാഗം, അതിന്റെ പ്രത്യേകത എന്നിവ പട്ടികപ്പെടുത്തിയിരിക്കുക, ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാം. അപ്പോൾ പിവറ്റ് സന്ധി ഇത് കണ്ടോ? ഈ ഒരു ഭാഗം കണ്ടോ? റെഡ് കളറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിവറ്റ് സന്ധി. അതായത് കഴുത്ത് നമുക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പം, ഇപ്പം നിങ്ങൾക്കാണേലും ക്ലാസ്സിലിരിക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് പാടാം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഈ തലയൊക്കെ ഇങ്ങനെ ഇട്ട് തിരിക്കാറുണ്ട്. അപ്പോൾ കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഇങ്ങനെ തിരിക്കാനും പറ്റും അല്ലേ? രണ്ട് സൈഡിലൂടെ വന്നിട്ട് തിരിക്കാനും പറ്റുന്നുണ്ട്. ഇത്തരം അസ്ഥിയാണ് ഇത് നമ്മുടെ പിവറ്റ് സന്ധി എന്ന് പറയുന്നത്. നോക്കിക്കേ, പിവറ്റ് സന്ധി കാണപ്പെടുന്ന ഭാഗം 3 നമ്പർ ഇടുക, പിവറ്റ് സന്ധി ഇടുക. പിവറ്റ് സന്ധി കാണപ്പെടുന്ന ഭാഗം കഴുത്ത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു അസ്ഥി എങ്ങോട്ടൊക്കെ തിരിയുന്നുണ്ട്? ഇടത്തോട്ട്, വലത്തോട്ട്, പുറകോട്ട്, ഫ്രണ്ടിലോട്ട്, പിന്നെ നന്നായിട്ട് ഇങ്ങോട്ടൊക്കെ തിരിയുന്നു. അതല്ലേ നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു. അതാണ് നമ്മുടെ പിവറ്റ് സന്ധി. പിവറ്റ് സന്ധി കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? കഴുത്ത്. ഇനി നമ്മുടെ ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ വിജാഗിരി കാണപ്പെടുന്നതാണെങ്കിൽ നമുക്കറിയാം കൈമുട്ട്, കാൽമുട്ട്, അത് ഇങ്ങനെ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് നമ്മൾ പറഞ്ഞു ബോൾ ആൻഡ് സോക്കറ്റ് പറഞ്ഞു അല്ലേ? ബോൾ ആൻഡ് സോക്കറ്റ് ആണെങ്കിലോ അത് എവിടെയൊക്കെ കാണപ്പെടും? ഇടുപ്പിലും അതുപോലെ തന്നെ നമ്മുടെ തോളിലും കാണപ്പെടുന്നു. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്തുവാ? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അതിങ്ങനെ ബോള് എവിടെയാണ്? ഒരു കുഴിക്കകത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന പോലെയാണ് അത് ഇരിക്കുന്നത് അല്ലേ? അതിൻ്റെ ഉരുണ്ട ഭാഗം ഒരു കുഴിക്കകത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത്, അതുപോലെയാണ് അത് ഇരിക്കുന്നത്. പിന്നെ പിവറ്റ് സന്ധി ആണെങ്കിൽ കാണപ്പെടുന്ന കഴുത്തിലാണ്. അതിൻ്റെ പ്രത്യേകത ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു. കിട്ടിയോ? 3 കിട്ടിയോ? ഞാൻ ആ പഴയ ടെക്സ്റ്റ് ബുക്കിൽ അതൊരൊറ്റ കോളത്തിൻ്റെ അകത്തായിട്ട് കിടപ്പുണ്ട്, ഞാനത് എടുത്തു തരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ എന്ത് ചെയ്ത്. ഇതാണ് ആ സാധനം, കണ്ടോ? ഒറ്റ ബോക്സിൻ്റെ അകത്തായിട്ട് അത് കിടപ്പുണ്ട്. പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികളാണ് നമ്മുടെ ജോയിൻസ്. ഈ പേരൂടെ ഓർത്തോണം കേട്ടോ. ഞാൻ ആ പേര് അവിടെ പറഞ്ഞില്ല അല്ലേ? നമ്മുടെ പിവറ്റിനും അതുപോലെ തന്നെ ബോൾ ആൻഡ് സോക്കറ്റിൻ്റെയും ആ ഒരു പേരുകളില്ലേ, ഈ പിവറ്റിന് പറയുന്നതാണ് നമ്മുടെ കീലസന്ധി എന്ന് പറയുന്നത് കേട്ടോ. അതുകൂടെ ഒന്ന് എഴുതി വെക്കണേ. കീലസന്ധി, കീലസന്ധി എന്ന് കേട്ടോ. അതുകൂടെ ഒന്ന് എഴുതി വെക്കണം. പിവറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് കീലസന്ധി. കീലസന്ധി കേട്ടോ. കീലസന്ധി പിവറ്റിന് പറയുന്ന പേരാണ് കീലസന്ധി. അതുപോലെ തന്നെ നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ഇല്ലേ, ബോൾ ആൻഡ് സോക്കറ്റിന് പറയുന്ന പേരാണ് ഗോളരസന്ധി. അതുകൂടെ ആ കൂടെ ഒന്ന് എഴുതി വെച്ചേക്കണേ. കീലസന്ധിയും ഗോളരസന്ധി. മറ്റേ വിജാഗിരിക്ക് അത് തന്നെയാണ്, ആ പേര് തന്നെയാണ്. ബോൾ ആൻഡ് സോക്കറ്റിന് ഗോളരസന്ധിയും അതുപോലെ തന്നെ നമ്മുടെ പിവറ്റ് സന്ധിക്ക് കീലസന്ധി എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ കിടപ്പുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോളരസന്ധി അതാണ് നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ്. എവിടെയൊക്കെ കാണപ്പെടുന്നു? തോളലിലും ഇടുപ്പലിലും. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. പിന്നെ വിജാഗിരി ആണെങ്കിൽ കാൽമുട്ട്, കൈമുട്ട് വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. കീലസന്ധി ആണെങ്കിൽ കഴുത്ത്, കണ്ടോ, തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ് നമ്മുടെ കഴുത്ത് അല്ലേ? ഇത്രയും ഭാഗം. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. ഇതാണ് നമ്മുടെ കീലസന്ധി. കണ്ടോ, 3 സന്ധികളും അതിൻ്റെ ശരീരഭാഗവും അതിൻ്റെ പ്രത്യേകതകൾ. ഈ ഒരു ബോക്സ് നോക്കുന്നതിന് കുറച്ചുകൂടി എളുപ്പം. മറ്റേതും ഇത് തന്നെയാണ്. മറ്റേത് ഈ 3 ബോക്സും സെപ്പറേറ്റ് ആയിട്ട് തന്നേക്കുന്നു. ഇതിൻ്റെ അകത്ത് ഒറ്റ ബോക്സിൻ്റെ അകത്തായിട്ട് തന്നിരിക്കുന്നു എന്നുള്ള പ്രത്യേകത മാത്രമേ ഉള്ളൂ. മറ്റേ സെയിം സാധനങ്ങളാണ്. പിന്നെ പുതിയ ടെക്സ്റ്റിൻ്റെ അകത്ത് ഗോളരസന്ധി, കീലസന്ധി എന്നുള്ള പേരുകളില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഉണ്ട്. ഗോളരസന്ധി, കീലസന്ധി എന്നുള്ള പേരുകളും കൂടെ ഓർത്തിരിക്കണം കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് മലയാളത്തിലല്ലേ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ പേരൂടെ ഓർത്തിരിക്കണേ. പിവറ്റ് സന്ധിയുടേത് കീലസന്ധിയും ബോൾ ആൻഡ് സോക്കറ്റിൻ്റേത് നമ്മുടെ ഗോളരസന്ധി. ഇനി നോക്കിക്കേ, അസ്ഥിഭംഗം, അതായത് ഫ്രാക്ചർ. നമുക്കറിയാം, നമുക്ക് പലതവണ കൈയൊടിയുകയും കാലൊടിയുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്.
അപ്പോൾ നോക്കിയാൽ എക്സ്റേ ഷീറ്റ്, നമ്മളപ്പോൾ ഹോസ്പിറ്റലിൽ പോവും, നമ്മുടെ അസ്ഥി ഒടിഞ്ഞിട്ടുണ്ട്, നമ്മൾ എക്സ്റേ എടുത്ത് നോക്കും അല്ലേ. നമുക്ക് നോക്കിയാൽ മനസ്സിലായില്ലെങ്കിൽ ഡോക്ടർമാർ നോക്കി അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ നോക്കിക്കേ, അസ്ഥിഭംഗം. അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും എന്ത് പറയും? അസ്ഥിഭംഗം എന്ന് പറയുന്നു. അസ്ഥിഭംഗം 3 തരത്തിൽ സംഭവിക്കാം. അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണ് ലഘുഭംഗം, സിമ്പിൾ ഫ്രാക്ചർ. അതായത് അസ്ഥിക്ക് എന്തെങ്കിലും ചെറിയ പൊട്ടലോ ഒടിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ അങ്ങനെ ചെയ്യുന്നതാണ് ഏത്? സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇനി അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണ് ഏത്? കോമ്പൗണ്ട് ഫ്രാക്ചർ, വിഷമഭംഗം എന്ന് പറയും. ഇതിൽ അസ്ഥിഭംഗത്തോടൊപ്പം പുറമേക്ക് മുറിവും ഉണ്ടായിരിക്കും. ശരീരത്തിലെ ആന്തര അവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് നമ്മുടെ സങ്കീർണ ഭംഗം, അതായത് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. 3 തരത്തിലുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നു. ഒന്നാമത്തേത് നമ്മുടെ സാധാരണ നമ്മൾ പിള്ളേരൊക്കെ വീണ ഒടിയുമ്പോൾ ഒക്കെ സംഭവിക്കുന്നതാണ് നമ്മുടെ സിമ്പിൾ ഫ്രാക്ചർ. ജസ്റ്റ് അങ്ങോട്ട് ചെറുതായിട്ടെന്നല്ല, അസ്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒടിഞ്ഞ് മാറിപ്പോവുക, അങ്ങനെയൊക്കെ. നമ്മൾ പിന്നെ കമ്പിയിടും, അല്ലെങ്കിൽ നമ്മൾ ഈ കൊച്ചു കെട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ കെട്ടി വെച്ചിട്ട് നമ്മൾ നേരെയാക്കാറുണ്ട് അല്ലേ. ഇനി രണ്ടാമത്തേതാണ് ഇച്ചിരൂടെ വലുതായിട്ടുള്ളത്, അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്നത്. അതാണ് നമ്മുടെ വിഷമഭംഗം, അത് കോമ്പൗണ്ട് ഫ്രാക്ചർ. മൂന്നാമത്തെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് അതിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ, സങ്കീർണ ഭംഗം. അതായത് നമ്മുടെ ആന്തരാവയവങ്ങളെ എല്ലാം പൊതിഞ്ഞ് തന്നെ അസ്ഥികളുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കും കേട് സംഭവിക്കും. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അത് നമ്മുടെ ജീവനെ ബാധിക്കുമല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് സങ്കീർണ ഭംഗം എന്നുള്ളത്, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. 3 തരത്തിലുണ്ട്, ജസ്റ്റ് പേരൊന്ന് ഓർത്താൽ മതി. ലഘുഭംഗം, വിഷമഭംഗം, അതുപോലെ തന്നെ സങ്കീർണ ഭംഗം. സിമ്പിൾ ഫ്രാക്ചർ, കോമ്പൗണ്ട് ഫ്രാക്ചർ, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. ഇത് 3ആണ് നമ്മുടെ അസ്ഥിഭംഗമായിട്ട് പറയുന്ന 3 പേരുകൾ. ഓക്കെ, ഇനിയാണ് നമ്മുടെ എക്സ്റേ. നമുക്കറിയാം, നമുക്ക് ഒടിവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ എക്സ്റേ. 1895 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെം കോൺറാഡ് റോഡ്ജൺ ആണ് എക്സ്റേ കണ്ടെത്തിയത്. റോഡ്ജൺ എന്നുള്ള പേരെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ, റോഡ്ജൺ. വിൽഹെം കോൺറാഡ് റോഡ്ജൺ എന്നാണ് മൊത്തം പേര്. റോഡ്ജൺ എന്നുള്ള പേരിൽ ഓർത്തിരിക്കുക. എക്സ്റേ കണ്ടെത്തിയത്. മനുഷ്യന്റെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എക്സ്റേ ഉപയോഗിച്ചെടുത്തത് റോഡ്ജൺ ആണ്. മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് ഏത്? എക്സ്റേ. എക്സ്റേസ് ഉണ്ടല്ലോ, നമുക്കറിയാം, എക്സ്റേസ്, ഗാമറേസ് എന്നൊക്കെ പറഞ്ഞ് ഈ ഫിസിക്സിനകത്തൊക്കെ നമ്മൾ പഠിക്കുന്ന. അപ്പം മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും അതുപോലെ തന്നെ എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് ഏത്? എക്സ്റേ. അപ്പം എക്സ്റേ കണ്ടുപിടിച്ച ആളുടെ പേരെന്താ? റോഡ്ജൻ. മറ്റേ വിൽഹം കോൺറാഡ് എന്നുള്ള പേര് ഓർത്തിരുന്നില്ലേലും റോഡ്ജൻ എന്നുള്ള പേര് ഓർത്തിരിക്കണം കേട്ടോ. എക്സ്റേ എന്ന് എഴുതുക, റോഡ്ജൻ എന്ന് എഴുതുക, റോഡ്ജൻ കേട്ടോ. അപ്പം എക്സ്റേ എന്ന് എഴുതുക, റോഡ്ജൻ എന്ന് എഴുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തതാണ് നമ്മുടെ, ഈ പേര് കിട്ടിയോ? ആളുടെ പേര് കിട്ടിയായിരുന്നോ? റോഡ്ജൻ, അദ്ദേഹത്തിൻ്റെ പേര് കിട്ടിയോ? ഓക്കെ. അങ്ങനെ അടുത്തതാണ് നമ്മുടെ പ്രഥമ ശുശ്രൂഷ. മൊത്തത്തിലുള്ള നമ്മുടെ പ്രഥമ ശുശ്രൂഷ പറയുന്നില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് അസ്ഥിഭംഗം സംഭവിച്ച ആൾക്കുള്ള പ്രഥമ ശുശ്രൂഷ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നോക്കിക്കേ, പരിക്കേറ്റ ഭാഗം ചലിപ്പിക്കാതെ സൂക്ഷിക്കണം. അതിനായി പരിക്കേറ്റ ഭാഗം സ്പ്ലിന്റ് ഉപയോഗിച്ച് കെട്ടാം. മരം, ലോഹം, പ്ലാസ്റ്റിക് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപായം കൊണ്ട് സ്പ്ലിന്റ് ഉണ്ടാക്കണം. പരിക്കേറ്റ ഭാഗം ചലിപ്പിച്ച് നോക്കരുത്. അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം. നമുക്ക് നമ്മൾ ചുമ്മാ കെട്ടിവെക്കുമല്ല, ഇതുപോലെ ഒരു തടി കഷ്ണം അല്ലെങ്കിൽ തടി സ്കെയിൽ എന്നൊക്കെ പറയും, അത് വെച്ചിട്ടാണ് നമ്മൾ, അതാണ് സ്പ്ലിന്റ് എന്ന് പറയുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ കെട്ടിവെക്കുക. അപ്പോൾ അതെന്ന് അനങ്ങാതെ ഇരുന്നോളും, കറക്റ്റായിട്ട് ഇങ്ങനെ അനങ്ങാതെ, ഒരു ഷെയ്ക്കൊന്നും ഇല്ലാതെ അത് നമ്മൾ, എന്നിട്ട് നമ്മൾ കയ്യിൽ ഈ കൊച്ചിട്ടേക്കുന്ന പോലെ പ്ലാസ്റ്ററായിട്ട് നമ്മൾ കഴുത്തെ കൂടി ഇടുക. അപ്പോൾ അത് അനങ്ങാതെ ഇരിക്കുമ്പം ആ അസ്ഥികൾക്ക് അധികം പൊട്ടലുണ്ടാകാതെ ഇളകാതിരിക്കും. പിന്നെ നമ്മൾ ആശുപത്രി കൊണ്ടുപോയി ഡോക്ടേഴ്സ് അത് പരിശോധിച്ച് കൃത്യമായിട്ടാക്കും. അപ്പോൾ അതുവരെ നമ്മൾ പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം കൊടുക്കുന്ന ആ ഒരു ഫസ്റ്റ് എയ്ഡ് അല്ലേ, നമ്മൾ ആദ്യം അതുണ്ടാകുമ്പം
നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ പ്രഥമ ശുശ്രൂഷയിൽ വിടുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒന്നും അറിയത്തില്ലാത്ത രീതിയിൽ അത് ഇളക്കി കഴിഞ്ഞാൽ പൊട്ടിയിരിക്കുന്ന ഭാഗം കുറച്ചുകൂടെ കൂടുതലായിട്ട് പൊട്ടുകയോ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ അസ്ഥിഭംഗം സംഭവിച്ചാൽ അത് പരമാവധി അനക്കാതിരിക്കുക. ഇതുപോലെ സ്പ്ലിൻ്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കെട്ടിവെക്കുക, പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി അവിടെ നോക്കിക്കുക, പൊട്ടിയ അസ്ഥിഭാഗം കമ്പിയിട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നു. ഉണ്ട്, കമ്പി ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളതാണ് ഈ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു ഈ കമ്പി ഇടുന്ന പരിപാടിയൊക്കെ അല്ലേ. കാലിൻ്റെ അകത്ത് പൊട്ടിയ ഭാഗത്ത് നമ്മൾ കമ്പി ഇടുക, അല്ലെ കൈക്കകത്താണെങ്കിലും കമ്പി ഇടുന്നത്. നോക്കിക്കേ, മുട്ടുമാറ്റി വയ്ക്കൽ. ഇത് എന്തിനാണ് കമ്പി ഇടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് പൊട്ടലുള്ള എല്ലിന് കമ്പി ഇടുന്നത്? അസ്ഥിഭംഗം വന്ന ഭാഗം ശരിയായി ചേർത്ത് വെച്ച് ലോഹക്കമ്പികൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാറുണ്ട്. അസ്ഥികൾ ഇളകാതെ നിൽക്കുന്നതിനും വേഗം കൂടിച്ചേരുന്നതിനും വേണ്ടിയാണ് നമ്മളിങ്ങനെ കമ്പി ഇടുക എന്ന് പറയുന്നത്. അതായത് അസ്ഥികൾ ഇളകാതിരിക്കുന്നതിനും പെട്ടെന്ന് തന്നെ കൂടിച്ചേർന്ന് പഴയ പോലെ ഏകദേശം ആകുന്നതിനും വേണ്ടിയാണ് നമ്മൾ കമ്പി ഇടുക എന്ന് പറയുന്നത്. ഇനി അടുത്ത മുട്ട് മാറ്റി വയ്ക്കൽ. ശരീരഭാരം കൂടുന്നതും അസ്ഥികളിൽ കാൽസ്യം കുറയുന്നതും കാൽമുട്ടിന് തേയ്മാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രായം കൂടുമ്പോഴും കാൽമുട്ട് വേദന വരും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അസുഖമുള്ളതോ തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്യുകയും പകരം സെറാമിക്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് മുട്ട് മാറ്റിവെക്കൽ. ഇത് 20 വർഷം വരെ ഫലപ്രദമായി പ്രവർത്തിക്കും. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതിയ കാൽമുട്ടിൽ ചെറിയ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. മരുന്നുകൾ ഉപയോഗിച്ചും ഫിസിയോതെറാപ്പിയിലൂടെ ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ഒരു ഇതാണ് ഏത് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഈ കാരിത്താസിൻ്റെ ഒക്കെയാന്ന് തോന്നുന്നു, പരസ്യത്തിൻ്റെ അകത്തുണ്ട് റോബോട്ടാണ് ചെയ്യുന്നത് മുട്ട് മാറ്റിവെക്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യമൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളതാണ് ഈ നമ്മൾ ഈ ഒടിവ്. ഇത് മാത്രമല്ല, മുട്ടിന് എന്ത് പറ്റിയാലും മുട്ട് മാറ്റി വെക്കാനുള്ള ഇതും ഇപ്പോൾ ഉണ്ട്. ഇനി അസ്ഥികളുടെ ആരോഗ്യത്തിന് നമ്മൾ ആഹാരം ആരോഗ്യത്തിന് 1-ാം പാഠം പഠിച്ചായിരുന്നു. അതിൻ്റെ തെല്ല് പല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള എന്തുവാ വേണ്ടേ? ഞാൻ ചോദിക്കാമെന്ന്. എല്ല് പല്ലിനൊക്കെ ആവശ്യമായിട്ടുള്ള എന്നതാ വേണ്ടേ? ഏത് വൈറ്റമിനാന്ന് പറഞ്ഞാൽ മതി. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഇ ആണോ, എഫ് ആണോ, ജി ആണോ, എന്തുവാന്ന് പറഞ്ഞാൽ മതി എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിന്. എല്ലാവരും പോയോ? ഹലോ. എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതായിരുന്നു? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഏതായിരുന്നു? ഡി ആട്ടോ. സി അല്ല, ഡി ആട്ടോ. വൈറ്റമിൻ ഡി ആണേ. വൈറ്റമിൻ ഡി ആയിരുന്നു നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിന്. ഓക്കെ, ഇനി അടുത്തതാണ് നോക്കിക്കേ, നമ്മുടെ ചെവിക്കുള്ളിലും അസ്ഥികൾ. നമ്മൾ പറഞ്ഞായിരുന്നു ചെവിയിലെ അസ്ഥിയായ സ്റ്റേപ്പിസ് ആണ് ഈ കിടക്കുന്ന. കാണാവോ നിങ്ങൾക്ക്? ഞാനൊന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാൻ നോക്കട്ടെ. ഈ കിടക്കുന്ന ഇവിടെ ഒരു കുഞ്ഞു കളറിൽ കിടപ്പുണ്ട്. ദേ ഇവിടെ, ഇതാണ് നമ്മുടെ സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. ഇവിടെ, അയ്യോ ഞാൻ മൊത്തത്തിൽ ബ്ലറാക്കി. ഇവിടെയാണ് നമ്മുടെ സ്റ്റേപ്പിസ്. അതാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. നമ്മൾ ആദ്യം എഴുതിയായിരുന്നു. നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. അതിൽ മധ്യകർണത്തിൽ 3 ചെറിയ അസ്ഥികളുണ്ട്. ഇവയാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അതാണ് ഈ തന്നിരിക്കുന്നത്. കണ്ടോ, മാലിസ് ഉണ്ട്, ഇൻകസ് ഉണ്ട്, സ്റ്റേപ്പിസും ഉണ്ട്. അത് മധ്യകർണത്തിൽ നമുക്കറിയാം 3 ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് ബാഹ്യകർണം, നടുക്കുള്ളത് മധ്യകർണം, പിന്നെയുള്ളത് ആന്തരകർണം. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് നമ്മുടെ ചെവിക്കകത്തുള്ളത്. അതിൽ മധ്യകർണത്തിലുള്ള 3 അസ്ഥികളാണ് മാലിസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇവയ്ക്ക് കമ്പനം ചെയ്യാൻ കഴിവുണ്ട്. ഇവയുടെ കമ്പനം മൂലമാണ് നാം ശബ്ദം കേൾക്കുന്നത്. ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ഏറ്റവും വലുത് തുടയെല്ലാണ്, അല്ലേ? നമ്മൾ മുമ്പേ കണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് 3 തരത്തിലുള്ള ഭാഗങ്ങളുണ്ട്. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അതിൽ മധ്യകർണത്തിൽ പെടുന്നതാണ് നമ്മുടെ മാലിസും, ഇൻകസും, സ്റ്റേപ്പിസും. ഓക്കെ, സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ചെവിയുടെ 3 ഭാഗങ്ങൾ: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. മധ്യകർണത്തിൽ വരുന്നതാണ് നമ്മുടെ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ചെവിക്കകത്തുള്ള അസ്ഥികളാണ് കേട്ടോ. മാലിസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അതിലെ സ്റ്റേപ്പിസ് ആണ്
എന്താ ഏറ്റവും ചെറുത്. അപ്പം 3 ഭാഗങ്ങളുണ്ട്: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഓക്കെ, ഇനിയാണെങ്കിൽ നമുക്ക് അടുത്ത കാര്യം നോക്കാം. അസ്ഥികൂടം പുറത്തും. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് എവിടെയുള്ളതായിരുന്നു? നമ്മുടെ അകത്തുള്ളതായിരുന്നു. ഇനി അസ്ഥികൂടം ശരീരത്തിന് പുറത്ത് കാണുന്ന ജീവികളുണ്ടോ? നമുക്ക് നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, നമ്മുടെ വണ്ടുണ്ട്, പ്രോണുണ്ട്, പിന്നെ നമ്മുടെ പാറ്റയുണ്ട്, പഴുതാരയുണ്ട്, ഞണ്ടുണ്ട്. ഈ ജീവികൾക്കെല്ലാം എന്താണുള്ളത്? ബാഹ്യ അസ്ഥികൂടാണുള്ളത്. കാരണം ഇതിൻ്റെ എല്ലാം അസ്ഥികൂടം എവിടെയാണ്? പുറത്താണുള്ളത്. അതായത് പുറമേ അസ്ഥികൂടം പുറമേ കാണപ്പെടുന്നതാണ് ഏത്? നമ്മുടെ ബാഹ്യ അസ്ഥികൂടം എന്ന് പറയുന്നത്. നോക്കിക്കേ, ബാഹ്യ അസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും. ഒച്ച്, ചിലതരം വണ്ടുകൾ, ചിപ്പി, ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടുണ്ട്. പഴുതാര, തേരട്ട, പാറ്റ, കൊഞ്ച് തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന കട്ടി കുറഞ്ഞ പുറന്തോടാണുള്ളത്. ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യ അസ്ഥികൂടം എന്ന് പറയുന്നു. അതായത് കട്ടി കുറഞ്ഞതുകൊണ്ട് കട്ടി കൂടിയതുകൊണ്ട്, പക്ഷെ ഇത് പുറമെയാണ് കാണുന്നത്. അപ്പൊ ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെയാണ് എന്ത് പറയുക? ബാഹ്യ അസ്ഥികൂടം എന്ന് പറയുന്നത്. ഇനി പൂച്ച, തവള, എലി, പശു, മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്ക് ശരീരത്തിനകത്താണ് അസ്ഥികൂടം. ഇത് ആന്തരിക അസ്ഥികൂടമാണ്. എക്സോസ്കെൽട്ടനും എൻഡോസ്കെൽട്ടനും. അതായത് ബാഹ്യ അസ്ഥികൂടത്തിന് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ? ഒച്ച്, വണ്ടുകള്, ചിപ്പി, ഞണ്ട്, പിന്നെ പഴുതാര, തേരട്ട, പാറ്റ, കൊഞ്ച്. ഇതെല്ലാം എന്തിൻ്റെ ഉദാഹരണങ്ങളാണ്? ബാഹ്യ അസ്ഥികൂടം. കാരണം അതിൻ്റെ എല്ലാം ശരീരത്തിന് പുറത്തൊരു ആവരണമുണ്ട്. അസ്ഥികൂടം പോലെ തന്നെ അതിൻ്റെ എല്ലാ ആവരണമുണ്ട്. അതാണ് നമ്മുടെ ബാഹ്യ അസ്ഥികൂടം, അതായത് നമ്മുടെ എക്സോസ്കെൽട്ടൺ. ഇനി ആന്തരിക അസ്ഥികൂടം ആണെങ്കിലോ? പൂച്ച, തവള, എലി, പശു, മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്ക് നമുക്കെല്ലാം ശരീരത്തിനകത്താണ് അസ്ഥികൂടം. ഇതാണ് എന്ത്? ആന്തരിക അസ്ഥികൂടം എന്ന് പറയുന്നത്, നമ്മുടെ എൻഡോസ്കെൽട്ടൺ എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണ് നോക്കിക്കേ, ഒരു ജീവിയിൽ തന്നെ രണ്ടും കണ്ടാലോ? അതായത് എക്സോസ്കെൽട്ടനും എൻഡോസ്കെൽട്ടനും ഒരു ജീവിയിൽ തന്നെ കാണപ്പെട്ടാലോ? മുതല, ആമ എന്നീ ജീവികളിൽ ഇത് രണ്ടും ഉണ്ട് കേട്ടോ. മുതലയിലും ആമയിലും എന്തുണ്ട്? നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ചീങ്കണ്ണി ഉണ്ട്. നമ്മുടെ ആ മുതലയുടെ വിഭാഗത്തിൽ പെടുന്നതല്ലേ നമ്മുടെ ചീങ്കണ്ണി, മുതല, ആമ. ഈ രണ്ടെണ്ണത്തിലും എന്തുണ്ട്? ഈ 3 പേരിലും ആരുണ്ട്? ബാഹ്യ അസ്ഥികൂടം ഉണ്ട്, അതുപോലെ തന്നെ ആന്തരിക അസ്ഥികൂടം ഉണ്ട്. കണ്ടോ, ആമ, മുതല, ചീങ്കണ്ണി തുടങ്ങിയ ജീവികളിൽ ആന്തരിക അസ്ഥികൂടവും ബാഹ്യ അസ്ഥികൂടവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബോത്ത്, അതായത് എക്സോസ്കെൽട്ടനും എൻഡോസ്കെൽട്ടനും ഒരുപോലെയുള്ള ആകെ 3 പേരേ ഉള്ളൂ: ആമ, മുതല, ചീങ്കണ്ണി. അവരുടെ 3 പേരുടെയും പേര് ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? അവർ 3 പേരും എന്തുണ്ട്? രണ്ടും ഉള്ളവരാണ്. അതായത് ബാഹ്യ അസ്ഥികൂടവും ഉണ്ട്, ആന്തരിക അസ്ഥികൂടവും ഉണ്ട്. ഇനി നമ്മൾ മനുഷ്യരും നമ്മുടെ പൂച്ച, തവള, എലി, പശു ഇവരെല്ലാം എന്തിൻ്റെ അകത്തുള്ളതാണ്? ആന്തരിക അസ്ഥികൂടത്തിൻ്റെ അകത്തുള്ളവരാണ്. നമ്മുടെ എൻഡോസ്കെൽട്ടൻ്റെ ആൾക്കാരാണ്. ഇത് ബാക്കി ഒച്ച്, ചിപ്പി, ഞണ്ട്, പഴുതാര, പാറ്റ ഇതെല്ലാം ബാഹ്യ അസ്ഥികൂടത്തിൻ്റെ അകത്ത് പെടുന്നതാണ്. അവരുടെ എല്ലാ ഉദാഹരണങ്ങളും നിങ്ങൾക്ക് കിട്ടിയോ? നമ്മളിനി കോളമായിട്ട് വരുന്നുണ്ട്, കോളത്തിൻ്റെ അകത്ത് എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ബാഹ്യ അസ്ഥികൂടം ഉള്ളവർ, ഏതൊക്കെയാണ് ആന്തരിക അസ്ഥികൂടം ഉള്ളവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കിട്ടിയോ നിങ്ങൾക്ക്? അവരുടെ എക്സാമ്പിൾസ് കിട്ടിയോ ഏതൊക്കെയാണെന്നുള്ളത്? കിട്ടിയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നുണ്ട്. ഇതുണ്ട്: ആന്തരിക അസ്ഥികൂടമുള്ളവ, ബാഹ്യ അസ്ഥികൂടമുള്ളവ, ബാഹ്യ അസ്ഥികൂടവും ആന്തരിക അസ്ഥികൂടവുമുള്ളവ. നിങ്ങളിങ്ങനെ തന്നെ ഓരോ ഹെഡിങ് ആയിട്ട് തന്നെ എഴുതിയാൽ മതി. ആന്തരിക അസ്ഥികൂടം ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞേ? പശുവുണ്ട്, പൂച്ചയുണ്ട് അല്ലേ? നമ്മളിപ്പോൾ നിങ്ങൾ എഴുതിയെന്നല്ലേ പറഞ്ഞേ? പശുവുണ്ട്, ഒരു മിനിറ്റ്. ഓക്കെ, പശുവുണ്ട്, പൂച്ചയുണ്ട്, പിന്നെ നമ്മുടെ എലിയുണ്ട്, തവള, പിന്നെ നമ്മൾ മനുഷ്യൻ അല്ലേ? ഇതെല്ലാം എന്താണ്? ആന്തരിക അസ്ഥികൂടം ഉള്ളവരാണ്. ഇനി ബാഹ്യ അസ്ഥികൂടം ആണെങ്കിലോ? പാറ്റ, വണ്ട്, പിന്നെ തേരട്ട, ഒച്ച്, ഞണ്ട്,
പഴുതാര, ചിപ്പി, ഇതെല്ലാം ഏതിൻ്റെ അകത്ത് പെടുന്നതാണ്? നമ്മുടെ ബാഹ്യ അസ്ഥികൂടത്തിൻ്റെ അകത്ത് പെടുന്നതാണ്. ഇനി ഇത് രണ്ടും കൂടെ ഉള്ളതോ? ആകെ 3 പേർക്കേ ഉള്ളൂ. ആർക്കൊക്കെയായിരുന്നു? മുതല, ആമ, ചീങ്കണ്ണി. ഓക്കെ, ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ആണല്ലോ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇല്ല, ടെക്സ്റ്റിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ആ പാരഗ്രാഫിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്, അത് പഠിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ആന്തരിക അസ്ഥികൂടം ഉള്ളതിൻ്റെ എക്സാമ്പിളും ബാഹ്യ അസ്ഥികൂടവും അതുപോലെ തന്നെ ഇത് രണ്ടും ഉള്ളതിൻ്റെ എക്സാമ്പിൾസും പഠിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആന്തരിക അസ്ഥികൂടം ബാഹ്യ അസ്ഥികൂടം ഉള്ളതും ഇത് രണ്ടും ഉള്ളത്. ഇനി അധിക വായനയ്ക്ക് ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, നോക്കിക്കേ. ബാഹ്യ അസ്ഥികൂടം. നട്ടലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യ അസ്ഥികൂടമാണ് ഉള്ളത്. നട്ടലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യ അസ്ഥികൂടമാണുള്ളത്. ബാഹ്യ അസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രാണികളാണ്. നമ്മൾ പറഞ്ഞു, വണ്ട് പറഞ്ഞു അല്ലേ, എന്നാ കുറേ പലതരത്തിലുള്ള വണ്ട്, പാറ്റ ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ ചില തരത്തിലുള്ള പ്രാണികളിലാണ് ഏറ്റവും കൂടുതൽ ഈ ബാഹ്യ അസ്ഥികൂടം ഉള്ളത്. ബാഹ്യ അസ്ഥികൂടം കാലക്രമേണ പൊഴിച്ചു കളയപ്പെട്ടേക്കാം. ആന്തരിക അസ്ഥികൂടമുള്ള ജീവികളിൽ ബാഹ്യ അസ്ഥികൂടത്തിന് സമാനമായ ചില ഭാഗങ്ങളുണ്ട്. മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, നഖം, കൊമ്പ്, കുളമ്പ് എന്നിവ ഇതിനെല്ലാം ഉദാഹരണങ്ങളാണ്. അത് നമ്മൾ പറഞ്ഞു, ആന്തരിക അസ്ഥികൂടത്തിന് തന്നെ സാമ്യമായിട്ടുള്ള ബാഹ്യ അസ്ഥികൂടം ഉണ്ട്. അതിൽ ചില ഭാഗങ്ങളൊക്കെ ആന്തരിക അസ്ഥികൂടം പോലെ തന്നെ ബാഹ്യ അസ്ഥികൂടത്തിൻ്റെ സെയിം ആണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. മത്സ്യങ്ങളുടെ ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, നഖം, കൊമ്പ്, കുളമ്പ്. പിന്നെ ഇത് കാലക്രമേണ പൊഴിഞ്ഞു പോയേക്കാം എന്നും പറയുന്നുണ്ട്. അത് അധിക വായനയ്ക്കെന്നും പറഞ്ഞ് തന്നിട്ടുള്ള കാര്യമാണ്. അപ്പം നട്ടലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യ അസ്ഥികൂടമാണ് ഉള്ളത്. ഇനി നമുക്കറിയാം നമ്മുടെ ഷെൽസ് ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. അത് വേണ്ട. ഇതുകൊണ്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, താഴെ കൊടുത്തവയിൽ അസ്ഥികൂടത്തിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? ആകൃതി നൽകുന്നു, ഉറപ്പ് നൽകുന്നു, സംരക്ഷണം നൽകുന്നു, ഊർജം നൽകുന്നു. ഇതിലേതാ ഉത്തരം? ആകൃതി നൽകുന്നു, ഉറപ്പ് നൽകുന്നു, സംരക്ഷണം നൽകുന്നു, ഊർജം നൽകുന്നു. ധർമ്മങ്ങളിൽ പെടാത്തത് ഏതാ? ഒരെണ്ണേ ഉള്ളൂ. ആകൃതിയാണോ, ഉറപ്പാണോ, സംരക്ഷണമാണോ, ഊർജമാണോ? അസ്ഥികൂടത്തിന്റെ ധർമ്മം നാലാമത്തെ ശരിയാ, ഊർജം നൽകുന്നു അല്ലേ. ഇതാണ് റോങ് ആയിട്ട് വരുന്ന ആൻസർ. ബാക്കി 3ഉം നമ്മുടെ അസ്ഥികൂടത്തിൻ്റെയാണ്. ഇനി അടുത്ത പറഞ്ഞ ഇപ്പം പഠിച്ചോളൂ. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി ഇതിലേതാ? ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുവശത്തേക്കും തിരിയുന്നു. ഒരസ്ഥിയുടെ 1 ആണോ 2 ആണോ 3 ആണോ വരുന്നതെന്ന് പറഞ്ഞാൽ മതി. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. അതെ, മൂന്നാമത്തെ. ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഇനി വിജാഗര സന്ധി ആണെങ്കിലോ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. ഇനി പിവറ്റ് സന്ധി അല്ലെങ്കിൽ പിവറ്റ് സന്ധിയുടെ മറ്റൊരു പേരെന്നായിരുന്നു? കീലസന്ധി അല്ലേ. കീലസന്ധി അതാണെങ്കിലോ ഒരസ്ഥി മറ്റൊന്നിൽ ഇരുവശത്തേക്കും തിരിയുന്നു. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഇനി ആ പഴയ ടെക്സ്റ്റ് എടുത്താലോ അതിൻ്റെ അകത്ത് ഇനി വലിയധികം ഇല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. നമ്മളിപ്പോൾ കണ്ട നമ്മുടെ അസ്ഥിഭംഗം. ഇനി ഈ അസ്ഥികളുടെ കാഠിന്യത്തിൻ്റെ ഒരു ഇതുണ്ട്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. നമ്മുടെ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ്. അതിനാൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യവും ഫോസ്ഫറസും ആവശ്യമാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ബലപ്പെടുത്തുന്നു. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം കാൽസ്യം ഫോസ്ഫേറ്റിന് നിക്ഷേപം കുറവായതിനാലാണ്. പ്രായമായവരിൽ ശരീരത്തിന് വേണ്ടി കാൽസ്യം അസ്ഥികളിൽ നിന്നും ആഗിരണം ചെയ്യാറുണ്ട്. ഇത് അസ്ഥിയുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു. കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളിലും പേരയ്ക്ക, ചാമ്പങ്ങ തുടങ്ങിയ പഴങ്ങളിലും മുട്ട, പാൽ, ചെറു മത്സ്യങ്ങൾ എന്നിവയിലും കാൽസ്യം ധാരാളമുണ്ട്. അപ്പോൾ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഈ പഴയ ടെക്സ്റ്റിലും ഈ പുതിയ ടെക്സ്റ്റിൻ്റെ അകത്തും. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യം ചോദിക്കാനുണ്ടോ? എന്താണെങ്കിലും അസ്ഥികളുടെ ആ എണ്ണം പഠിച്ചിരിക്കണം കേട്ടോ. ഞാൻ പിന്നെ കയ്യേലും കാലിൻ്റെ എണ്ണം കറക്റ്റായിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എല്ലാം തലയോട് 22, 33, പിന്നെ 12 ജോഡി, പിന്നെ ഒരു മാറലൊന്ന്, പിന്നെ 32, 31 എന്നുള്ള കണക്കൊക്കെ ഇല്ലേ, അതെല്ലാം പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ആ സന്ധികൾ, ജോയിൻസ്, ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും?
എന്തെങ്കിലും കിട്ടാതെ പോകും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒന്നുകൂടെ അത് കൈയുടെയും കാലിൻ്റെയും എല്ലിൻ്റെയും ഒന്ന് നോക്കിയിട്ടിടാവേ കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും